ഹലോ എവ്രി വൺ, വെൽക്കം ടു മാപ്സ്ടെക് മീഡിയ. അപ്പോൾ നമ്മൾ അടുത്തൊരു പോഡ്കാസ്റ്റ് ആയിട്ട് വന്നിരിക്കുകയാണ്. നമ്മുടെ ഇന്നത്തെ പോഡ്കാസ്റ്റിൻ്റെ ടോപ്പിക്ക് അക്കാഡമിക് വിജയവും ജീവിത വിജയവും തമ്മിൽ ബന്ധമുണ്ടോ ഇല്ലയോ എന്നാണ്. അപ്പോൾ നമുക്ക് തുടങ്ങാം. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായത്തിൽ ശരിക്കും ഈ അക്കാഡമിക് വിജയം അല്ലെങ്കിൽ ജീവിത വിജയത്തിൽ ശരിക്കും ബന്ധമുണ്ടോ? ഒരു ബന്ധമുണ്ട്. ജീവിതത്തിൽ ഏറ്റവും സക്സസ്ഫുൾ ആയിട്ടുള്ള പണ്ടുണ്ടാക്കിയ ആൾക്കാരും അക്കാഡമിക് പോയിട്ട് ആൾക്കാരല്ല. ഇവിടെ ഏറ്റവും ബെസ്റ്റ് എക്സാം രാജീനാരായണ സ്വാമി എന്ന ആളുണ്ട്. അതിൽ 10th ടോപ്പറായിരുന്നു, 12th ടോപ്പറായിരുന്നു, IIT ടോപ്പറായിരുന്നു, IAS ടോപ്പറായിരുന്നു. ഇത് പ്രൊഫഷണലി പേഴ്സണലി ഒന്നും ആയില്ല. ജീവിതത്തിൽ വൻ പരാജയമാണ്. ഇവിടെ ഇപ്പോൾ യൂസഫ് അലി എടുത്തതിനായാലും 10ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ളൂ, അംബാനി 8ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ളൂ, സച്ചിൻ ഇപ്പോൾ ദിലീപ് കൊണ്ട് പറഞ്ഞിട്ടുണ്ട്. എന്നെക്കാട്ട് വിദ്യാഭ്യാസം ഒരുപാട് പേരുണ്ട്. പക്ഷേ പുള്ളിയിലെ ഷോർട്ട് ടൈമിൽ 35 പ്ലോട്ടിൽ പുള്ളി കയറണമെന്നുണ്ട്. ആ പ്രായോഗിക ബുദ്ധി വേണം, അല്ലാണ് കാര്യം. അങ്ങനെ ഇപ്പോൾ നിങ്ങളെടുത്ത് വലിയ വലിയ കമ്പനികളിലെ എല്ലാം ഡ്രോപ്പ് ഔട്ടുകളാണ്. ബിൽ ഗേറ്റ്സ് ഡ്രോപ്പ് ഔട്ടാണ്, ഈ സ്റ്റീവ് ജോബ്സ് ഡ്രോപ്പ് ഔട്ടാണ്, സുക്കർബർഗ് ഡ്രോപ്പ് ഔട്ടാണ്. ഇപ്പോൾ എഞ്ചിനീയറിംഗിലെ പോയിട്ട് വലിയ റാങ്ക്, ഇന്നലെ ഞാൻ മൂവി കണ്ടു ഡ്രാഗൺ വന്നു, അത് കാണിക്കുന്നതാണ്. റാങ്ക് ഹോൾഡേഴ്സ് ഒന്നല്ല, അവരുടെ ഏറ്റവും ഡ്രോപ്പ് ഔട്ട് ഒക്കെയാണ് സ്റ്റാർട്ടപ്പ് തുടങ്ങി ഏറ്റവും നന്നായിട്ട് വരുന്നത്. ഈവൻ APJ അബ്ദുൽ കലാം പറഞ്ഞു, ബെസ്റ്റ് ബ്രെയിൻസ് ആർ ഫോംഡ് ഇൻ ബാക്ക് ബെഞ്ചസ് ഓഫ് ക്ലാസ്, സംടൈംസ് ഔട്ട് സൈഡ്. ഏറ്റവും ബാക്കിലിരിക്കുന്ന പിള്ളേരാണ് ഏറ്റവും വലിയ പിള്ളേർ. ഈവൻ എല്ലാവരും പറഞ്ഞു, മിക്ക ഇപ്പോൾ ബിൽ ഗേറ്റ്സ് പഠിക്കുന്ന കാലത്ത് അയാളുടെ ഏറ്റവും വലിയ ടോപ്പർ അയാളുടെ കമ്പനിയിലെ ഏറ്റവും വലിയ എംപ്ലോയി ആണ്. പക്ഷേ ഇയാളാണ് ഏറ്റവും സക്സസ്ഫുൾ. പക്ഷെ നമ്മുടെ ഈ നാട്ടിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗവൺമെന്റ് ജോലി വേണം, അല്ലെങ്കിൽ ഇന്നൊരു വിദ്യാഭ്യാസത്തിന് ഏറ്റവും പ്രയോറിറ്റി കൊടുക്കണം. എന്താ ഇത്ര ഒരു വിദ്യാഭ്യാസം വേണം, അല്ലെങ്കിൽ പ്ലസ് ടു നിനക്ക് വേണം, മസ്റ്റ് ആണ്. അതൊരു ടേണിംഗ് പോയിന്റ് ആണ്. മാറി വന്നിട്ടുണ്ട്. പണ്ട് ബിസിനസ് ചെയ്യുന്ന പറയുമ്പോൾ കാശ് കിട്ടും, പക്ഷെ ആൾക്കാർ വില കൽപ്പിച്ചില്ല. പക്ഷെ ഇപ്പൊ ബിസിനസ് ചെയ്യുന്നവർക്ക് നല്ല വിലയാണ്. അതായത് ഇപ്പൊ ഒരു പ്ലസ് ടു ഇല്ലാത്തവൻ മണ്ടനാണ്, അല്ലെങ്കിൽ അവനൊന്നും ഇല്ലാത്തവനാന്നുള്ള ഒരു കാഴ്ചപ്പാട് നമ്മുടെ സമൂഹത്തിലുണ്ട്. അപ്പൊ വിദ്യാഭ്യാസം എന്താണെന്ന് നോക്കിയിട്ടാണ് ഒരാളുടെ റെസ്പെക്ട് കൊടുക്കണവരെ ചെയ്യുന്നത്. അതൊന്നും കാര്യമില്ല. പൈസ ഉള്ളവർക്ക് ഒരു ഇതുണ്ട്. പുതിയ ജനറേഷനിലെ പൈസക്ക് പോകാൻ, പഴയ ജനറേഷനാണ് ഈ പഠിത്തത്തിൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. പക്ഷേ ഈ ബേസിക് എഡ്യൂക്കേഷൻ ഉണ്ടാവണം, ഒരു ബേസിക് എഡ്യൂക്കേഷൻ വേണം. പക്ഷെ ഇതെല്ലാം സ്വന്തമായിട്ട് ആൾക്കാർ കഴിവാണ്. പഠിച്ചിട്ടുണ്ടാകും. ഇപ്പോൾ ഒരു MBA പഠിച്ചുകൊണ്ട് നിങ്ങളൊരു ബിസിനസ്മാൻ ആവണമെന്നില്ല. അല്ല, അതൊരു എക്സ്പീരിയൻസ് അല്ലേ ശരിക്കും, ഇപ്പോഴത്തെ ലൈഫ് എക്സ്പീരിയൻസ് ഒക്കെയാണ്. ലൈഫിൽ ഇത്രയും ടോപ്പറായ സത്യം എവിടെ കാണാൻ പറ്റില്ല. അതിന് ലോക ഫെയിലറാണ്. പ്രായോഗിക ബുദ്ധി വേണം. പ്രായോഗിക ബുദ്ധിയിലെ കാര്യം പഠിക്കാൻ വേണ്ടി മാത്രമല്ല, ഒരു മറ്റുള്ള ആളുകളായിട്ട് മിങ്കിൾ ചെയ്യാൻ വ്യത്യാസമുണ്ട്. അക്കാഡമിക്സ് ആണെങ്കിൽ മാർക്ക് വാങ്ങിയതാണ്. എഡ്യൂക്കേഷൻ മാനസികമായിട്ടും ഒരു വളർച്ചയാണ്. ഇപ്പൊ ഭയങ്കര പഠിപ്പിച്ച പിള്ളേർക്ക് നല്ല മാർക്ക് ഉണ്ടാവും, പക്ഷെ ഒന്നിനും മാനസിക വളർച്ച ഉണ്ടാവില്ല. നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ അവരുടെ എഡ്യൂക്കേഷൻ സിസ്റ്റം സ്കിൽ ക്രിയേറ്റിവിറ്റി നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ ഇല്ല. പുതിയതായിട്ട് ഒരു ഐഡിയ ഉണ്ടാക്കലോ ഒരു ചോദ്യം ചോദിക്കണം, പ്രാക്ടിക്കൽ മാത്രം പഠിക്കുക. ഇപ്പൊ അമേരിക്കയിലല്ല പ്രാക്ടിക്കലായിട്ടാണ് എല്ലാം ടെക്നോളജി. അതുകൊണ്ട് മലയാളികളിൽ ടെക്നോളജി വളരെ മോശമാണ്. തമിഴ്മാരും തെലുങ്കുമാരും നല്ല പഠിക്കണം. ചേട്ടൻ എന്താണ് പഠിച്ചത്? എന്ത് എഞ്ചിനീയറിംഗ് പഠിച്ചത്? ഞാൻ ഇലക്ട്രോണിക്സ് കമ്മ്യൂണിക്കേഷൻ. ചേട്ടൻ ഇപ്പൊ വീട്ടിലെ ഫാനൊക്കെ റിപ്പയർ ചെയ്യാൻ അറിയോ? അല്ലെങ്കിൽ വീട്ടിലുള്ള ഈ ഇലക്ട്രോണിക്സ് ഉപയോഗങ്ങളൊക്കെ ചേട്ടന് ചെയ്യാൻ അറിയോ? എനിക്ക് പ്രാക്ടിക്കൽ അത്ര അറിയില്ല, തിയറിയാണ് അറിയാം. അതുകൊണ്ടാ നമ്മുടെ നാട്ടില് പ്രാക്ടിക്കലിന് ഇമ്പോർട്ടൻസ് കൊടുക്കണം. ചേട്ടന് ഇപ്പൊ എഞ്ചിനീയറിംഗ് പാസ് ഔട്ട് ആണ്, ചേട്ടൻ നല്ല മാർക്ക് ഉണ്ടായി. ചേട്ടന് പക്ഷെ വീട്ടിലുള്ള സാധനം പോലും ചെയ്യാൻ അറിയില്ല, ചെയ്യാൻ താല്പര്യമില്ല. എന്തുകൊണ്ടാണ് അത് പഠിക്കാൻ കാരണം? എനിക്ക് ഫിലോസഫി ചെയ്യാൻ താല്പര്യം, അത് വീട്ടുകാരുടെ നിർബന്ധത്തിൽ പോയതാണ്. ഇവനിപ്പോ IIT പോലും ഈ കൈകൊണ്ട് ഇല്ല. എല്ലാത്തിലും നമ്മുടെ ഇന്ത്യയിൽ മാത്രമേ കണക്ട് ചെയ്യാൻ കഴിവുണ്ട്, മെമ്മറി ഉണ്ട്. പക്ഷെ റിസർച്ചോ ഇങ്ങനെ കൈകൊണ്ട് ചെയ്യുന്നൊന്നും അവർക്ക് കഴിവില്ല. നമ്മുടെ ഇന്ത്യയിൽ മാത്രമല്ല, ജപ്പാൻ, ജർമ്മനി ഉള്ള സ്ഥലത്തൊക്കെ ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ് ഉള്ള പഠിക്കുന്നവർക്കൊക്കെ കാർ പണിയാൻ കൊടുക്കും. നമ്മുടെ ഇവിടെ ഉള്ള ഇതിൽ കാറില്ല. അതായത് ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ് പഠിക്കാൻ പോയ കാർ പണിയാൻ കൊടുക്കുന്നില്ല, അല്ലെങ്കിൽ ഈ ഇലക്ട്രിക് പഠിക്കാൻ പോകുന്നവർക്ക് ഇലക്ട്രിക്കിന്റെ പരിപാടികൾ ചെയ്യിപ്പിക്കുന്നില്ല. എന്താണ് ചെയ്യുന്നത്? എഞ്ചിനീയറിംഗ് മെഡിസിൻ വെറുതെ പഠിച്ചുകൊണ്ട് മാത്രം കാര്യമില്ല, കൈകൊണ്ട് ചെയ്യാൻ. ഇപ്പൊ എനിക്കൊരു ഡോക്ടർ അറിയാം, ഡോക്ടർ കനകരാജൻ. എന്റെ ചെവിയിൽ ഓപ്പറേഷൻ ചെയ്ത ആളാണ്, സൗത്ത് ഇന്ത്യയിൽ നമ്പർ 1 സർജൻ. പക്ഷെ പുള്ളി വലിയ പഠിപ്പിച്ചില്ല. അവിടുത്തെ ഏറ്റവും വലിയൊരു ടോപ്പർ എന്ന ആളോ ഒന്നും ആയിട്ടില്ല. ഇയാൾ ഏറ്റവും വലിയ സർജൻ, കാരണം അയാൾക്ക് ആ പ്രാക്ടിക്കൽ സ്കില്ലുണ്ട്. അയാൾ കേരളത്തിലെ സൗത്ത് ഇന്ത്യൻ നമ്പർ 1 സർജൻ. പക്ഷെ അയാൾ വലിയ പഠിത്തക്കാരനൊന്നും അതിനില്ല. പക്ഷെ അയാൾക്ക് സർജറി ചെയ്യാൻ സ്കില്ലുണ്ട്. അയാളുടെ കൈ കാണും.
അതൊരു സ്കില്ലാണ്. ആ സ്പെഷ്യലിസ്റ്റ് ആവണമെങ്കിൽ അത് ഇച്ചിരി എക്സ്പീരിയൻസ് വേണം. അത് പ്രാക്ടിക്കലാണ് മെയിൻ തിങ് അല്ല. നമ്മുടെ ഈ ഇന്ത്യയില് പാരന്റ്സ് ആണ് ഒരു കുട്ടിയുടെ ഭാവി എന്തായിരിക്കണം അല്ലെങ്കിൽ അതെല്ലാം മാറി വരികയാണ്. പണ്ടായിരുന്നു അങ്ങനെ. പണ്ട് പേരൻസ് പറയുന്ന പോലെ ഇപ്പോഴും ഉണ്ട്. ടോക്സിക് മദറിങ്, ടോക്സിക് ഫാദറിങ് എല്ലാം ഇപ്പോഴും ഉണ്ട്. അല്ല, പുതിയ നിങ്ങളുടെ ജനറേഷൻ ഉപയോഗിക്കാൻ മാറും. പുതിയ ജനറേഷൻ വിദ്യാഭ്യാസത്തിന് പ്രാധാന്യം കൊടുക്കണ്ടേ? ബേസിക് എഡ്യൂക്കേഷൻ വേണം. ബേസിക് എത്ര ക്ലാസ് വരെ? ഒരു 10-12 12ാം ക്ലാസ് വരെ. അത് കഴിഞ്ഞിട്ട് പിന്നെ ലൈഫ് ഡിസിഷൻ ആണ്. ലൈഫ് സ്കിൽസ് ആണ് ഏറ്റവും ഇമ്പോർട്ടന്റ്. ലൈഫ് സ്കിൽസ് ആണ് ഏറ്റവും. അതായത് ഈ 12ാം ക്ലാസ് വരെ പഠിക്കുമ്പോൾ നമുക്ക് നമ്മുടെ എന്താണ് കഴിവ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റണം. നമ്മുടെ വിദ്യാഭ്യാസത്തിലെ നമ്മുടെ ആപ്റ്റിറ്റ്യൂഡ് എന്താ മനസ്സിലാകുന്നില്ല. ഇവിടെ വളരെ ചുരുക്കം ആൾക്കാരെ അവരുടെ ആപ്റ്റിറ്റ്യൂഡ് ഫീൽഡിൽ എത്തുന്നുള്ളൂ. റഷ്യയിലുള്ള പണ്ട് അവർക്ക് അവർ ചെറുപ്പത്തിലേ അവർ ട്യൂൺ ചെയ്യും. ഇവിടെ ഒരു സച്ചിൻ ടെണ്ടുൽക്കർ, ഒരു മോഹൻലാൽ, അല്ലെങ്കിൽ കുറച്ച് ആൾക്കാർ അവർ ഭാഗ്യം കൊണ്ട് എത്തിയതാണ്. നമുക്ക് പറ്റിയ ഫീൽഡ് നമ്മൾ എത്തിക്കഴിഞ്ഞാൽ നമ്മുടെ വർക്ക് എൻജോയ് ചെയ്യും. ഇപ്പോൾ IT ഫീൽഡ് വളരെ എൻജോയ് ചെയ്യാത്ത കാരണം അവർക്ക് പലർക്കും എഞ്ചിനീയേഴ്സ് പ്രോഗ്രാമിംഗ് ഒന്നും അറിയില്ല. അപ്പോൾ നമ്മൾ ഏത് ഫീൽഡ് നമ്മൾ അവിടെ എത്തിക്കഴിഞ്ഞാൽ നമ്മൾ എൻജോയ് ചെയ്യും. സൊസൈറ്റിയുടെ പ്രൊഡക്ടിവിറ്റി കൂടും. ഇവിടെ വളരെ ചുരുക്കം ആൾക്കാരെ എത്തുന്നുള്ളൂ. ഇപ്പൊ ചേട്ടൻ പറയാറില്ല, ചേട്ടൻ സ്റ്റീഫൻ ഹോക്കിംഗ് പോലെ അല്ലെങ്കിൽ വലിയൊരു വലിയ സയന്റിസ്റ്റ് ആവാൻ ആഗ്രഹം. ആൽബർട്ട് ഐൻസ്റ്റീൻ പോലും വലിയ സ്റ്റുഡൻ്റ്, ആവറേജ് സ്റ്റുഡൻ്റ് ആയിരുന്നു. പുള്ളിയുടെ ഇപ്പോഴത്തെ എഡ്യൂക്കേഷൻ സിസ്റ്റം എതിരായിരുന്നു. പുള്ളി എക്സാംസിന് എതിരായിരുന്നു. പുള്ളി ആവറേജ് സ്റ്റുഡൻ്റ് ആയിരുന്നു. ഈ പറഞ്ഞ വലിയ സയന്റിസ്റ്റ് എഡിസൺ പറഞ്ഞ 4ാം ക്ലാസ് വരെ പഠിച്ചിട്ടുള്ളൂ. ഈ വലിയ വലിയ സയന്റിസ്റ്റുമാർ പറയുന്ന ആൾക്കാർ പോലും അവരൊന്നും വലിയ ഇങ്ങനെ പഠിച്ച ആൾക്കാരൊന്നും അല്ല. ഞാൻ കണ്ടത് വെച്ച് ചേട്ടനാണ് ഇപ്പൊ ഏറ്റവും കൂടുതൽ പഠിച്ച ഒരു വ്യക്തി. ഇപ്പൊ ഞാൻ എല്ലാവരും ചോദിച്ചു, ചേട്ടൻ നന്നായിട്ട് പഠിച്ചിട്ടുണ്ട്. ചേട്ടന്റെ ഒരു പഠിത്തത്തിൽ ചേട്ടന്റെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ടോ? എനിക്കാണെങ്കിൽ കോർപ്പറേറ്റ് വേൾഡ് പോയായിരുന്നു. എന്റെ ഫാദർ കോർപ്പറേറ്റ് വേൾഡിലായിരുന്നു. എനിക്ക് കോർപ്പറേറ്റ് വേൾഡ് പോകാൻ താല്പര്യമില്ല. എനിക്കൊരു സ്വസ്ഥമായി ചെയ്തോ യൂണിവേഴ്സിറ്റി ലൈഫ് തന്നെ. എനിക്ക് ഫിലോസഫി, മാത്സ് അങ്ങനത്തെ കാര്യം എനിക്ക് പറ്റുന്നു. ഞാൻ അത്ര പണ്ട് പ്രാക്ടിക്കലായിരുന്നു, ചെറുപ്പത്തിലല്ല. എനിക്ക് ഫിലോസഫിയാണ് എന്റെ പാഷൻ. ഞാനിപ്പോ എന്റെ അമ്മയുടെ കാലം കഴിഞ്ഞ് യൂറോപ്പിൽ പോയിട്ട് അവിടെ പോയിട്ട് എല്ലാം പ്രൊഫസറായിട്ട് കയറും. എനിക്ക് പ്രൊഫസറാണ് താല്പര്യം. യൂണിവേഴ്സിറ്റിയിൽ കയറാൻ താല്പര്യം. എന്റെ ഫാദർ അല്ല കോർപ്പറേറ്റ് വേൾഡ് എനിക്ക് വലിയ താല്പര്യമില്ല. വിദ്യാഭ്യാസം മസ്റ്റ് അല്ലേ? അതിന് വേണം. അപ്പൊ വിദ്യാഭ്യാസം എന്തായാലും ചില ഫീൽഡ്സിന് ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു കാര്യമാണ്. പൈസ ഉണ്ടാക്കുക. ഇപ്പൊ ഡോക്ടർ, എഞ്ചിനീയർ, ഭയങ്കര പൈസ ഉണ്ടാക്കുന്ന ആൾക്കാർ പൈസ ഭയങ്കരമായിട്ട് ഉണ്ടാക്കുന്ന വിദ്യാഭ്യാസം വേണ്ട. ഞാൻ പറഞ്ഞ ഡോക്ടർ, എഞ്ചിനീയർ, ടീച്ചർ, വക്കീല്, ഇതിനൊക്കെ വിദ്യാഭ്യാസം മസ്റ്റ് ആണ്. പക്ഷെ ഈ പറയുന്ന ഇപ്പൊ ഞാൻ പറയാം, കനകരാജ് പറയുന്ന ഡോക്ടർ വലിയ പഠിപ്പിച്ചൊന്നല്ല. ഏറ്റവും സക്സസ്ഫുൾ ആയ ഡോക്ടർ ഒരു ഫീൽഡിലെത്താം. ഇപ്പൊ എഞ്ചിനീയറിംഗ് റാങ്ക് ഹോൾഡർ ആയ ആൾക്കാരൊന്നും പ്രാക്ടിക്കൽ ഫീൽഡിലെത്തുമ്പോൾ ഒന്നും ആവുന്നില്ല. ഡ്രോപ്പ് ഔട്ടുകളും മറ്റെല്ലാം ആണ് ഏറ്റവും കൂടുതൽ സയൻസിൽ വരുന്നത്. അപ്പൊ അങ്ങനെ വലിയ പ്രൊഫഷണൽ ഫീൽഡിൽ എഡ്യൂക്കേഷൻ മസ്റ്റ് അല്ലേ? അതിന് അത്ര ഭയങ്കര വലിയ ഇപ്പൊ ഐൻസ്റ്റൈൻ ഒരു സയന്റിസ്റ്റ് ആണ്, അയാൾ വലിയ സ്റ്റുഡൊന്നും ആയില്ല. അങ്ങനെ ഭയങ്കര ഇത് വേണമെന്നില്ല. അത് മാത്രമല്ല, ഇപ്പൊ ഒരു LLB ഒരു അഡ്വക്കേറ്റ് ആവണമെന്നുണ്ടെങ്കിൽ നിയമം പഠിക്കാതെ പോയി വാദിക്കാൻ പറ്റില്ലല്ലോ. അത് പഠിക്കണം. അപ്പൊ അങ്ങനത്തെ ഒക്കെ നോക്കുമ്പോ അല്ലെങ്കിൽ ഡോക്ടർ സെൽഫ് തോട്ടാണ്. ഇതൊന്നും നമ്മളിപ്പോ സയന്റിസ്റ്റ് മാത്രമല്ലല്ലോ, തന്നെ പഠിച്ചെടുക്കാവുന്നേ ഉള്ളൂ പലതും. ഇപ്പൊ ഞാൻ ക്വാണ്ടം മെക്കാനിക്സിൽ തന്നെ പഠിച്ച ആളാണ്. കഴിവുണ്ടാവണമെന്നില്ലല്ലോ. സെൽഫ് തോട്ടാണ് മിക്ക സയന്റിസ്റ്റുമാരും, മിക്ക ഇൻവെന്റേഴ്സും എല്ലാവരും ഇങ്ങനത്തെ ആൾക്കാർ മിക്ക സെൽഫ് തോട്ട്. പിന്നെ ജോലി ചെയ്യണമെങ്കിൽ ഡിഗ്രി വേണം. പക്ഷേ ഞാൻ ഇപ്പൊ നിങ്ങൾ ഒരു പ്രൈവറ്റ് കമ്പനിയിൽ പോവുകയാണെങ്കിൽ അവർ ഡിഗ്രി എല്ലാം നോക്കണം. നിങ്ങൾക്ക് ആ ജോലി ചെയ്യാൻ അറിയുമെന്ന് നോക്കണം. ഡിഗ്രി എല്ലാം നോക്കണം. ഇവിടെ ഇപ്പൊ എല്ലാവരും IIT IIM പറഞ്ഞു. പക്ഷേ IIT IIM കയറുന്ന ആൾക്കാർ ഇനീഷ്യലി എൻട്രിക്കേ ഉള്ളൂ. ഇവിടെ സത്യനടയിലെ വന്ന ആളും മണിപ്പാലിൽ പഠിച്ച സത്യനടയിലെയാണ് മൈക്രോസോഫ്റ്റിലെ CEO. അങ്ങനെ എത്ര പേരുണ്ട്. ഡോക്ടർ ചെറിയാൻ പറഞ്ഞ ഒരു ഹാർട്ട് സർജൻ ഉണ്ടായിരുന്നു. പുള്ളി കാശ് കൊടുത്ത് പഠിച്ച ആളാണ്. ഫീൽഡിൽ പ്രാക്ടിക്കൽ ഫീൽഡിൽ വരുമ്പോൾ ഒന്നും ഒരു ഫാക്ടറല്ല, കയറാൻ മാത്രമേ ഉള്ളൂ. അല്ലെ ഇപ്പൊ ഇത്രയും പറഞ്ഞല്ലോ, പ്രാക്ടിക്കൽ ഫീൽഡിൽ ഇതില്ല. എഡ്യൂക്കേഷൻ ഇമ്പോർട്ടന്റ് ആണെങ്കിലും അതില്ലെങ്കിലും നമുക്ക് ബേസിക് ആണെന്ന്. പക്ഷെ ഇപ്പൊ പലപ്പോഴായിട്ട് മണി മേക്കിംഗ് ചെയ്യുന്നു. പക്ഷെ എന്നാലും എഡ്യൂക്കേറ്റഡ് ആയ ഒരാൾക്കാണ് നമ്മുടെ സൊസൈറ്റിയിൽ, ഞാൻ വലിയ ആൾക്കാരല്ല, നോർമലൈസ് ഇല്ലല്ല നോർമൽ ലൈഫ്, ഒരു മിഡിൽ ക്ലാസ് നോക്കിക്കോ, അങ്ങനെയുള്ളവർക്ക് എഡ്യൂക്കേഷൻ ഉണ്ട്. മിഡിൽ ക്ലാസ് ഉണ്ട്. മിഡിൽ ക്ലാസ് ലൈക്ക് വർക്കിംഗ് ക്ലാസ് പീപ്പിൾ. വർക്കിംഗ് ക്ലാസ് പീപ്പിൾ പക്ഷെ വർക്കിംഗ് ക്ലാസ് എന്ന് പറയുന്നത് ഇപ്പോഴും ഉണ്ട്. ആ വർക്കിംഗ് ക്ലാസ് പീപ്പിളില് മണി മേക്കിംഗ് ചെയ്യുന്ന ആൾക്കാർക്ക് മണി നന്നായി മേക്ക് ചെയ്യുന്നുണ്ട്. പക്ഷെ അവിടെ നോക്കുന്നില്ല. പക്ഷെ അവര് നോക്കുന്നത് എഡ്യൂക്കേഷൻ ഉണ്ടോ എന്ന് അവർക്ക് റെസ്പെക്ട് ഉണ്ട്. പക്ഷെ മണി മേക്ക് ചെയ്യുന്നുണ്ടോ നോക്കില്ല. ഇല്ല അതിപ്പോഴും ഉണ്ട്. ഇല്ല അതിപ്പോഴും ഉണ്ട്. അങ്ങനല്ല ഞാൻ ചോദിച്ചത്. ബിസിനസിന്റെ കാര്യമല്ല ഞാൻ പറയുന്നത്, ഞാൻ മണി മേക്കിംഗ് എന്നാ പറയുന്നത്. അല്ലല്ല ബിസിനസിന്റെ കാര്യമല്ല ഞാൻ പറയുന്നത്.
എഡ്യൂക്കേഷൻ ഇല്ല, എഡ്യൂക്കേഷൻ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്, പക്ഷെ പൈസ ഉണ്ടാക്കുന്നുണ്ട്. പക്ഷെ എന്നാലും നല്ല എഡ്യൂക്കേഷൻ ഉണ്ട്, ഒരു 10K സാലറിയിൽ വലിയൊരു കോർപ്പറേറ്റിൽ വർക്ക് ചെയ്യുന്നു, അവിടെ ഒരു റെസ്പെക്ട് ഉണ്ട്. പക്ഷെ ഇപ്പുറത്തെ സൈഡിൽ റെസ്പെക്ട് ഇല്ല, ആളെ ലോ സ്റ്റാറ്റസ് നോക്കുന്നു. ഇവര് വർക്ക് ചെയ്യുന്നു, ആ കോർപ്പറേറ്റ് ആൾക്ക് എന്ത് വിദ്യാഭ്യാസം ഉണ്ടാവും പറയണ്ട. പക്ഷെ ഞാൻ ഇപ്പൊ സംസാരിക്കുന്നത് മൈക്രോസോഫ്റ്റ് ബിൽഗേറ്റ്സിനെക്കാട്ടും പഠിക്കാൻ പഠിക്കുന്ന ആള് അതിൽ എഞ്ചിനീയർ ആയിട്ട് വർക്ക് ചെയ്യും. ഇപ്പൊ ബിൽഗേറ്റ്സ് ആണ് വലിയ ആള്, അയാളെക്കാട്ടും പഠിച്ചപ്പോൾ എഞ്ചിനീയർ ആണ് വലിയ ആള്. അല്ല, നിങ്ങൾ സംസാരിക്കുന്ന വലിയ ആൾക്കാരെ പറ്റി, ഞാൻ സംസാരിക്കുന്ന സാധാരണക്കാരായിട്ട് വർക്കിംഗ് ക്ലാസ്സിലുള്ള ഈ ബ്രാഞ്ചായിട്ട് പറയുന്ന കോൺസെപ്റ്റ് എല്ലാം പണ്ടാണ്, ഇപ്പൊ അതൊന്നും ഇല്ല. ബ്രാഞ്ചായിട്ട് പറയുന്നില്ലേ, വിദ്യാഭ്യാസം ഇല്ല, കാശ് ആ ട്രെൻഡ്, അതിലെ പഴയ ചേട്ടാ ഉദാഹരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഒരു IT ഫീൽഡിൽ പോകാൻ ഇൻഫോ പാർക്കിലൊക്കെ പോകുന്ന ഒരാൾക്ക് 20,000-25,000 സാലറി, അതിനേക്കാൾ കൂടുതൽ ഉണ്ടാവും പുറത്തൊരു ചായക്കച്ചവടം നടത്തുന്ന ഒരു പുള്ളിക്ക് ഒരു 1 ലക്ഷം 1.5 ലക്ഷം രൂപ സാലറി ആ ഒരു ചേട്ടനുണ്ടാവും. നോക്കുമ്പോ ഈ ചായക്കടക്കാരനല്ലേ ആള് കമ്പ്യൂട്ടർ ഒരു കോട്ട് ചൂട്ടിട്ടിട്ട് പോകുമ്പോ കോട്ട് ചൂട്ടിട്ടിട്ട് പോയി ജോലി ചെയ്യുന്ന ഒരാള്, പക്ഷെ ആ ആൾക്കാർക്ക് റെസ്പെക്ട് കൂടുതൽ. നമ്മുടെ പേരൻസ് പഴയ ജനറേഷൻ കൊണ്ടാണ്, പുതിയ ജനറേഷൻ അങ്ങനൊന്നും ഇല്ല. പുതിയ ജനറേഷനുള്ളവരും അങ്ങനെയാണ്, റെസ്പെക്ട് നമുക്ക് കിട്ടുന്നില്ല. ഇപ്പൊ ഒരു എക്സാമ്പിൾ, ഇപ്പൊ ആള് ഊബർ ഓടിക്കുന്ന ഒരു വ്യക്തിയാണ്, ആൾക്ക് ഡെയിലി ഏകദേശം ഒരു 3,000 മുതൽ 5,000 രൂപ വരെ കിട്ടുന്നുണ്ട്. വെസ്റ്റേൺ കൺട്രീസിൽ കുഴപ്പമില്ല, ഇവിടുത്തെ ഒരു പ്രശ്നമാണ് ഈ ബ്രാഹ്മണിസെല്ലാം കാരണം വന്ന പ്രശ്നമാണ്. വെസ്റ്റേൺ കൺട്രീസിൽ പണ്ട് വലിയ പ്രശ്നമല്ല, എന്ത് ജോലിയും ചെയ്യാം. യൂറോപ്പിൽ അല്ലെങ്കിൽ അമേരിക്കയിൽ എന്ത് ജോലിയും ചെയ്യാം, ജോലി റെസ്പെക്ട് അവിടെ റെസ്പെക്ട് നോക്കില്ല. ഇവിടെയാണ് പ്രോബ്ലം വന്നത്, ഇപ്പോൾ അത് മാറിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ വിചാരിക്കുന്ന പോലെ അല്ല. ഇപ്പൊ പുതിയ ജനറേഷൻ ആൾക്കാരിൽ മാറ്റമുണ്ട്, പഴയ ജനറേഷനാണ് ഇപ്പോഴും പലരും പറയുന്നത്. പണ്ട് ബിസിനസ് പോകാനുള്ള മോശമാണ്, കാശ് എത്ര കാശിലാക്കിയാലും പണച്ചാക്കാന്ന് പറയും. ഏറ്റവും വലിയ പുള്ളിക്ക് റെസ്പെക്ട് ഇല്ലേ. പക്ഷെ വേറൊരു കാര്യമുണ്ട്, ഈ കല്യാണം വരില്ലേ, ഇപ്പൊ വർക്കിങ്ങിന് പോണ പോലെയാണ് കല്യാണത്തിന്, അതിനൊരു ആപ്ലിക്കേഷൻ കൊടുക്കണം. ഇല്ല, അതിപ്പോഴും ഉണ്ട്. എഡ്യൂക്കേഷൻ ഉണ്ടോ, ജോലി എത്രയാണ്, സാലറി എത്രയാണ്, അങ്ങനെ സാലറി അടക്കം നമ്മൾ കൊടുക്കേണ്ട അവസ്ഥയാണ്. ചേട്ടൻ ഒരു ഫാമിലി ഫംഗ്ഷൻ പോയി കഴിഞ്ഞാൽ ചേട്ടന്റെ അടുത്ത് ഇപ്പൊ ചെറുപ്പത്തിൽ ചോദിക്കൂലായിരുന്നു എന്താണ് മോനിപ്പോ ചെയ്യുന്നത്, എന്താവാൻ ആഗ്രഹം, എന്ത് ജോലി ചെയ്യുന്ന. പഴയത് നമ്മുടെ പുതിയ നിങ്ങളുടെ ജനറേഷനിലെങ്കിൽ എന്റെ ജനറേഷനൊന്നും അതല്ല, അത് മാറും. അത് കംപ്ലീറ്റ് ആയിട്ട് മാറിയിട്ടില്ല, കുറച്ച് കഴിയുമ്പോൾ കംപ്ലീറ്റ് ആയിട്ട് മാറും. അതിൽ മാറ്റം വന്നുകൊണ്ടിരിക്കുകയാണ്, ഫുള്ളായിട്ട് മാറിയിട്ടില്ല. നമ്മുടെ പേരൻസാണ് പഴയ ജനറേഷൻ, അവരാണ് ആ ചിന്താഗതി വെക്കുന്നത്. ഇപ്പൊ പുതിയ ജനറേഷൻ അങ്ങനെ അല്ല. രമേഷ് പിഷാരടി പറഞ്ഞാണ്, നമ്മൾ കാണുമ്പോൾ ഒരാൾ ചോദിക്കുന്നത് ആ ജോലി എന്താണെന്ന് ചോദിക്കുന്നത് നമുക്ക് എത്രത്തോളം റെസ്പെക്ട് തരാൻ വേണ്ടിയിട്ടാണ്. മമ്മൂട്ടി മോഹൻലാലിന് റെസ്പെക്ട് ഇല്ല, അവര് വലിയ ഡോക്ടേഴ്സ് അതാ പറഞ്ഞു. അവര് സെലിബ്രിറ്റി, അവര് ആസ് ആൻ ആക്ടേഴ്സിൽ അറിയപ്പെടുന്നു. സച്ചിൻ ടെണ്ടുൽക്കർ ആസ് എ ക്രിക്കറ്റർ, ടെണ്ടുൽക്കർ 10ാം ക്ലാസ് പാസ്സായിട്ടില്ല. ടെണ്ടുൽക്കർ എന്ത് റെസ്പെക്ട് അതാ പറഞ്ഞു. ഞാൻ പറഞ്ഞ അപ്പൊ അച്ചീവ്മെന്റ് ഇല്ലാതെ അച്ചീവ്മെന്റ് നേടും, അവർക്ക് കിട്ടും. നമ്മളൊരു ജോലി ടെണ്ടുൽക്കറിന്റെ അക്കാഡമിക് ടെണ്ടുൽക്കർ വളരെ മോശമാണ്. ടെണ്ടുൽക്കർ ആസ് എ ക്രിക്കറ്റ് പേരെടുത്തില്ലേ. പക്ഷെ ഈ എസ്റ്റാബ്ലിഷ് ചെയ്യൂ, നിങ്ങൾ ആദ്യം പറയുന്നത് കേൾക്കും. എസ്റ്റാബ്ലിഷ് ചെയ്ത് നിങ്ങൾ ഒരാളെ ആയി കഴിഞ്ഞാൽ പിന്നെ ഇതൊന്നും ആരും നോക്കില്ല. ഇപ്പൊ ചേട്ടൻ ഇപ്പൊ ഒരു ഫിലോസഫറാണ്, ഏറ്റവും നല്ലൊരു സയന്റിസ്റ്റും ലാലേട്ടനും വരാണെങ്കിൽ ചേട്ടൻ ആർക്കാണെങ്കിൽ ഏറ്റവും കൂടുതൽ റെസ്പെക്ട് കൊടുക്കാം. ലാലേട്ടൻ നല്ലൊരു കലാകാരനാണ്, നല്ലൊരു കലാകാരൻ. പക്ഷെ ഏറ്റവും ടോപ്പാണ്, പഠിച്ച ഒരു വ്യക്തി, ഏറ്റവും കൂടുതൽ APJ അബ്ദുൽ കലാം, ഏറ്റവും കൂടുതൽ വിദ്യാഭ്യാസം നേടിയ ഒരു വ്യക്തി. അയാൾ അത്ര വലിയ സ്വന്തമല്ല, ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ വിദ്യാഭ്യാസം നേടിയിരിക്കുന്ന ഒരു വ്യക്തി APJ അബ്ദുൽ കലാം, അതിന്റെ മേലെ ആരുമില്ല അല്ലേ. അപ്പൊ APJ അബ്ദുൽ കലാമും അല്ലെങ്കിൽ പഴയ ജനറേഷനാണ് ഈ റെസ്പെക്ട് കൊടുക്കുന്നത്, പുതിയ ജനറേഷൻ ഒന്നല്ല. ഇപ്പൊ AJ പഠിക്കുന്ന പിള്ളേരിലെ ഡ്രോപ്പ് ഔട്ട് ആയിട്ട് സ്റ്റാർട്ടപ്പ് തുടങ്ങി അവർ എന്തൊക്കെയാവും. നാരായണമൂർത്തി പറഞ്ഞല്ലോ, ഇൻഫോസിസ് പറയുന്ന നാരായണമൂർത്തി പറഞ്ഞു, ഞാൻ IIT കാരനാണ്, എന്നെക്കാളും എന്നെ പഠിക്കുന്ന പിള്ളേർ IIT പ്രൊഫസറായിട്ടിരിക്കുന്നു, ഞാനിപ്പോ മൾട്ടി മില്യണറായി. അല്ല, ചേട്ടൻ പറയുന്നത് അച്ചീവ്മെന്റ് നേടിയവരുടെ കാര്യങ്ങളാണ്. അച്ചീവ്മെന്റ് നേടണം, അത് എന്തെങ്കിലും വേണമല്ലോ. ഇല്ല, ഞങ്ങള് പറയുന്നത് അങ്ങനത്തെ ആൾക്കാരല്ല, സാധാരണയായിട്ട് അവർ എസ്റ്റാബ്ലിഷ് ചെയ്താൽ കുഴപ്പമില്ല. അല്ല, ഈ എസ്റ്റാബ്ലിഷ് ചെയ്യണമെങ്കിലും എന്ത് ചെയ്യണമെങ്കിലും അവർക്ക് അത് തോന്നണം. പക്ഷെ എല്ലാവരും അങ്ങനെയല്ല. എല്ലാവരും ആലോചിക്കുന്നതെന്ന് വെച്ചാൽ ഒരു ലൈഫ് അല്ലെങ്കിൽ ഒരു ദിവസം എങ്ങനെ അത് സർവൈവ് ചെയ്യുക, അല്ലെങ്കിൽ ഒരു ഫാമിലി എങ്ങനെ നോക്കാം, അങ്ങനെ നോക്കുന്ന ഒരുപാട് പേര് നമ്മുടെ ചുറ്റുമുണ്ട്. പക്ഷെ അവരുടെ ഏറ്റവും ഇമ്പോർട്ടൻസ് എന്ന് വെച്ചാൽ മണി മേക്കിംഗ് ആണ്. പക്ഷെ അങ്ങനെയുള്ള ആൾക്കാരെ പലപ്പോഴും വിലയിരുത്തപ്പെടാറുണ്ട്. നിനക്ക് സ്റ്റാറ്റസ് ഉള്ള ജോബില്ല, അല്ലെങ്കിൽ നിനക്ക് എഡ്യൂക്കേഷൻ ഇല്ല, അവിടെ മണി മേക്കിംഗ് ഒരു കാര്യമില്ലാതാവുന്നു. അപ്പൊ അങ്ങനെ വരുമ്പോ പഴയ ജനറേഷന്റെ അഭിപ്രായം ഇല്ല, അത് പുതിയ ആൾക്കാർക്കും ഉണ്ട് അത്. പക്ഷെ
രണ്ടുപേരും നിങ്ങളുടെ ജനറേഷൻ പിള്ളേർക്കുണ്ടോ? ഇപ്പൊ ഒരു പെണ്ണുങ്ങൾ നോക്കുന്നത് എന്ത് ജോലി ഉണ്ടെന്നായിരിക്കും, അല്ലെങ്കിൽ ഇപ്പൊ പുറത്തൊരു ചായ കച്ചവടം നടത്തുന്നവന് പെണ്ണ് കിട്ടൂല, അല്ലെങ്കിൽ അത് അങ്ങനെ രീതിയിൽ ആ ചായ കച്ചവടം നടത്തുന്നവന് ഈ പറയുന്ന എഞ്ചിനീയറിംഗ് മേടിക്കുന്നതിനേക്കാളും കൂടുതൽ വരുമാനം ഉണ്ടാവും. ആ ടാക്സി ഡ്രൈവർക്ക് ഉണ്ടാവൂല, അല്ലെങ്കിൽ അതുകൊണ്ടാണ് അതാ പറയുന്നത്. ലൈക്ക് അതായത് അവൻ 1 ലക്ഷം രൂപ ഉണ്ടാക്കിയാലും വെസ്റ്റേൺ കൺട്രീസിൽ ഈ പ്രശ്നമില്ല, യൂറോപ്പിലും അമേരിക്കയിലൊന്നും ഈ പ്രശ്നമില്ല. അതുകൊണ്ട് എല്ലാം കൊണ്ടുപോയി ഇവിടെ ഇപ്പൊ ഒന്നുമില്ലാത്തവരെ കൂടുതലായിട്ടിരിക്കുന്നത് എല്ലാവരും നമ്മൾ വിട്ടു. വെസ്റ്റേൺ കൺട്രീസ് കുഴപ്പമില്ല. ഇതൊരു പ്രശ്നമുണ്ട്. ഇപ്പൊ പുറത്തു പോകുന്ന പിള്ളേര് അവിടെ ഒരു കുഴപ്പമില്ല. അല്ല, അവര് സെയിം ജോലിയാണ് അവിടെ ചെയ്യുന്നത്. പക്ഷെ ആ സെയിം ജോലി ഇവിടെ ചെയ്യുന്നവർക്ക് ആ ഒരു വില കിട്ടുന്നില്ല. ഇവിടെ ബ്രാഹ്മണിസം പറഞ്ഞാൽ അവരുണ്ടാക്കിയ പ്രശ്നമാണ്. കൈകൊണ്ട് ചെയ്യാൻ പാടില്ല, കൈകൊണ്ട് ചെയ്യുന്ന മോശമാണ്. അത് ബ്രാഹ്മണിസം ഉണ്ടാക്കിയാണ്. അത് ബ്രാഹ്മണ് ഇത് വന്നാണ്. ബുദ്ധിസം അങ്ങനെ ആയിട്ടില്ല, അവരുണ്ടാക്കിയ പ്രശ്നമാണ്. യൂറോപ്പിലും അമേരിക്കയിലൊന്നും ഈ പ്രശ്നമില്ല. പണ്ട് മലയാളികൾ ഗൾഫിൽ പോയിട്ട് എന്ത് ജോലിയാണ് ചെയ്യുന്നത്, ഇവിടെ ചെയ്യാൻ പറ്റില്ല. ഇപ്പോഴും ഇവിടുന്ന് പോണ പിള്ളേരൊക്കെ ഒരു വയസ്സായ ആൾക്കാരെ നോക്കാനൊക്കെ ആൾക്കാർ അവിടെ പോയിട്ട് എന്തൊക്കെ ജോലിയാണ് ചെയ്യുന്നത്, ഇവിടെ ചെയ്യാൻ പറ്റുന്നില്ല. ബ്രാഹ്മിൻസ് കൊണ്ടുവന്ന പരിപാടിയാണ്. ബ്രാഹ്മിൻസ് കൊണ്ടുവന്ന സിസ്റ്റമാണ്. ചതുർവർണ്ണ പറഞ്ഞ 4 വർഗം ഉണ്ടായി, 4 കാസ്റ്റിൽ കൊണ്ടുവന്ന് ബ്രാഹ്മിൻസ് നശിപ്പിച്ചാണ് ഇന്ത്യ എന്ന. വെസ്റ്റേൺ കൺട്രീസിലോ യൂറോപ്പിലോ അമേരിക്കയിലൊന്നും ഇങ്ങനെ അല്ല. അവിടെ ഒന്നും എന്ത് ജോലി ചെയ്യാം, അതുകൊണ്ടാണ് ഇവിടുത്തെ ആൾക്കാർ ഇത് വിട്ടിട്ട് അവിടെ ജോലി ചെയ്യുന്നത്. അവിടെ പോയി അവർക്ക് എന്ത് ജോലിയും ചെയ്യാം. അറിയുന്നില്ല ഡിഗ്നിറ്റി പ്രശ്നം. അതായത് ഞാൻ ഇങ്ങനത്തെ ജോലി ചെയ്യേണ്ട ആളാണോ എന്നുള്ള തോട്ട്. ഡിഗ്നിറ്റി അവിടെ ഇല്ല. കേരളത്തിൽ ഇന്ത്യയിലുണ്ടോ ഡിഗ്നിറ്റിയുടെ പ്രശ്നം? ഇന്ത്യയിലല്ല, കേരളത്തിലാണ്. അത് ബ്രാഹ്മണിസം കൊണ്ടുള്ള പ്രശ്നമാണ്. ഇപ്പൊ അതിന് മാറിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് ഒരു പിള്ളേർ ഉണ്ടാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു കുട്ടി ഉണ്ടായെന്ന് വെച്ചോ, അല്ലെങ്കിൽ ഒരു കുട്ടി ഉണ്ടാക്കി കഴിഞ്ഞാൽ നിങ്ങൾ ഇതിനായിക്കില്ലേ? അല്ലല്ലോ, വിദ്യാഭ്യാസം ചേഞ്ച് വന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ പഠിക്കുന്ന ഒരാളാണ്. അപ്പൊ എൻ്റെ ഒരു കുട്ടി വരുമ്പോ എനിക്ക് ആ കുട്ടീനെ പഠിപ്പിക്കണം എന്നായിരിക്കും. പക്ഷെ ഇവന് അങ്ങനെ ചിന്തിക്കത്തില്ല. ഇവനെന്താ ആലോചിക്കുക, ആ കുട്ടിയുടെ ആഗ്രഹം എന്താണ്, അല്ലെങ്കിൽ എങ്ങനെ പൈസ ഉണ്ടാക്കാം, അങ്ങനെയൊക്കെ ആലോചിക്കുള്ളൂ. അങ്ങനെ ഒരു സൊസൈറ്റിയിൽ ജീവിക്കുമ്പോ എന്തായാലും ഇനി വരുന്ന തലമുറയിലും ഈ ഒരു കാര്യം വന്നോണ്ട് റിപ്പീറ്റ് ചെയ്തോണ്ട് ഞാൻ എൻ്റെ ഒരു പ്രായം വരെ ഞാൻ സൈക്കിൾ ഡിസ്മാൻഡിൽ ചെയ്യുക, ക്രിക്കറ്റ് കളിക്കുക, ഭയങ്കര പ്രാക്ടിക്കലായിട്ട് ആളായി. പിന്നെ ഈ പഠിത്തം പറഞ്ഞാൽ അങ്ങനെയൊക്കെ പോയപ്പോഴാണ് ഈ കഴിവ് പോയത്. ഈ പഠിപ്പിച്ചിട്ടാകുമ്പോഴാണ് പ്രശ്നം വരുന്നത്. നിങ്ങൾ ഒന്നെങ്കിൽ ഉഴപ്പണാവുക, ഇല്ലെങ്കിൽ നിങ്ങൾ വളരെ സ്മാർട്ടായി പഠിക്കുക. ഇങ്ങനെ 2 പേരാണ് ഇപ്പൊ ന്യൂ ജനറലിലേക്ക്. ഞാൻ പണ്ട് എല്ലാ പ്രാക്ടിക്കലും ചെയ്യുന്ന ആളായ, കൈകൊണ്ട് എല്ലാം ചെയ്യുന്ന ആളായ, സൈക്കിൾ ഡിസ്മാൻഡിൽ ചെയ്യുക. അതിന് പഠിത്തത്തിലേക്ക് കയറിപ്പോയാണ് ഈ കഴിവെള്ളം പോയത്. ഈ പഠിപ്പിച്ചിട്ടായിട്ട് കാര്യമില്ല, പഠിപ്പിച്ചിട്ട് ലൈഫിൽ ഫെയിലറാണ്. ഒന്നെങ്കിൽ നിങ്ങൾ സ്മാർട്ട് ചെയ്യണം. പഠിക്കാൻ പറഞ്ഞാൽ ഈ IIT കയറുമ്പോഴെല്ലാം അങ്ങനെ സ്മാർട്ടാണ്, ഇല്ലെങ്കിൽ നിങ്ങൾ ഉഴപ്പണം. ഇപ്പോൾ APJ അബ്ദുൽ കലാം ആണ്, യു ആർ ബെസ്റ്റ് ബ്രെയിൻസ് ആർ ഓഫൻ സൗണ്ട് ബാക്ക് ടു ക്ലാസ്. അങ്ങനത്തെ ആൾക്കാർ ഇപ്പോൾ ഈ ബിസിനസ് ഫീൽഡ് എടുത്തോ, ഈ ബിൽ ഗേറ്റ്സ്, ഇവരെല്ലാം ഡ്രോപ്പ് ഔട്ട് ആയ ആൾക്കാരല്ലേ. സ്റ്റീവ് ജോബ്സ്, സുക്കർബർഗ്, ഇവരെല്ലാം അവരെക്കാട്ട് എത്ര പഠിക്കുന്ന പിള്ളേരല്ലേ, അവരൊന്നും ഒന്നും ആയിട്ടില്ല. ഏറ്റവും ബെസ്റ്റ് എക്സാമ്പിൾ രാജനാഥ് സ്വാമി. ഇത്രയും വലിയ അക്കാഡമിക്സ് ഈ ലോകത്ത് എവിടെയും കാണാൻ പറ്റില്ല. എല്ലായിട്ടും ഉണ്ടോ, 10ാം ക്ലാസ്സിലും എല്ലാ IIT-യിലും എല്ലാം. എന്തായാലും ലൈഫിൽ എന്തായി, പ്രൊഫഷണലി വർഷം അതിന് ഫെയിലറാണ്. APJ അബ്ദുൽ കലാം, ഡോക്ടർ അംബേദ്കർ, അതല്ല ആ ജനറേഷൻ അല്ലേ, ആ കാലഘട്ടം. ഇനിയുള്ള കാലഘട്ടം മാറി. ഇനിയുള്ള കാലഘട്ടത്തില് രാഷ്ട്രപിതാവ് ഗാന്ധിജി, ഏത് കാലഘട്ടം മാറി. ചേട്ടൻ പറയുന്നത് ഗാന്ധി 10ാം ക്ലാസ്സിൽ 40% മാർക്കേ ഉണ്ടായുള്ളൂ. 10ാം ക്ലാസ്സിൽ 40% മാർക്കുള്ള ആളെ ഗാന്ധി. അല്ല, ഞാൻ ഒരു കാര്യം പറയട്ടെ. ഈ പറയുന്ന പഠിപ്പിച്ചല്ല, പക്ഷെ ഇവർക്കൊക്കെ എഡ്യൂക്കേഷൻ ഉണ്ട്. ഇപ്പൊ തന്നെ എത്രയോ വ്ളോഗേഴ്സ് ഉണ്ട് ഇൻസ്റ്റാഗ്രാമിൽ. മറ്റേ ഇന്നാളെ സൂപ്പർ പാവാണ് പയ്യനെ കണ്ടു. അതിൽ 984 സബ്സ്ക്രൈബേഴ്സ് 8 മാസമായിട്ടുള്ളൂ ഒന്ന് വൈറലായിട്ട്. 2-3 ലക്ഷം രൂപ ഒരു മാസം ഉണ്ടാക്കണം. അതുകൊണ്ട് വളരെ പ്രാക്ടിക്കലാണ്. ന്യൂജൻ പിള്ളേർ മിക്കവരും അങ്ങനെയാണ്. നിങ്ങളെ പോലെ പഠിപ്പിച്ചതിൽ വളരെ കുറവാണ്. 98% ന്യൂജൻ പിള്ളേർ വളരെ പ്രാക്ടിക്കൽ ആയിട്ടുള്ള ആൾക്കാരാണ്. പഠിക്കാൻ ഇൻട്രസ്റ്റ് ഇല്ലാത്ത പിള്ളേരാണ് ഇപ്പൊ കൂടുതലായിട്ട്. ഭയങ്കര ബുദ്ധിയുള്ള ആൾക്കാർക്ക് പഠിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. അങ്ങനെ ഉണ്ട്. ഇപ്പൊ വലിയ ഇന്റർനെറ്റ് ബുദ്ധിജീവികൾ, അതല്ല ഐൻസ്റ്റൈൻ എന്നോട് ജീവിച്ചിരുന്ന സമയത്ത് ജീവിച്ചിരുന്ന കാലത്ത് ഫേമസ് ആയി. കാരണം അത് പ്രാക്ടിക്കൽ ആയതുകൊണ്ടാണ്. വേറെ ഓരോ ഇന്റലക്ച്വൽസ് എല്ലാം മരിച്ചതിന് ശേഷമൊക്കെയാണ് അറിയപ്പെട്ടത്. പ്രാക്ടിക്കൽ ആവണം. ഈ ഐൻസ്റ്റൈൻ പ്രാക്ടിക്കൽ ആയതുകൊണ്ടാണ് ജീവിച്ച സമയത്ത് ഫേമസ് ആയത്. പ്രാക്ടിക്കൽ അല്ലാതെ ജീവിതത്തിൽ വിജയിക്കാൻ പറ്റില്ല. തിയേറ്റേഴ്സായിട്ട് ഒരു കാര്യമില്ല. ന്യൂജൻ പിള്ളേർക്ക് 98% ആൾക്കാരും ഇങ്ങനത്തെ പിള്ളേരേക്ക് പോകും. പക്ഷെ ഈ പ്രാക്ടിക്കൽ എന്ന് പറയുമ്പോ അവർ ഒബ്വിയസ്ലി ഒരു ഈ പറയുന്ന സിനിമയിലെടുത്ത മമ്മൂട്ടി മോഹൻലാൽ പ്രാക്ടിക്കലാണ് ദിലീപ്. ഷോർട്ട് ടൈമിൽ എത്ര രൂപ ഉണ്ടാക്കിയതാണ്? 600 കോടി ഉണ്ടാക്കി. 35 പ്ലോട്ടൊക്കെയാണ് എറണാകുളത്തുണ്ടായത്. അയാൾക്ക് ബിസിനസ് ചെയ്യാൻ അറിയാം. എനിക്കൊന്ന് ഇനിയുള്ള മൈൻഡ് ബിസിനസ് ചെയ്യാൻ ആളുകൾക്ക് പിടിച്ചാൽ ഫോക്കസ് മീഡിയ അവനല്ല എത്ര രൂപ ഉണ്ടാക്കണം.
ആ ഒരു മൈൻഡ് വേണം. റോ ഇന്റലിജൻസ് പഠിച്ചിട്ടാകുന്ന ഇന്റലിജൻസ് വ്യത്യാസമുണ്ട്. പഠിച്ചിട്ടാകുന്ന അക്വേർഡാണ്. റോ എന്ന് പറഞ്ഞാൽ നാച്ചുറൽ ആയിട്ടുള്ളതാണ്. എല്ലാവർക്കും നാച്ചുറലായിട്ട് എന്തെങ്കിലും ബുദ്ധിയുണ്ട്, മണ്ടന്മാരായിട്ട് ആരുമില്ല. ആ ബുദ്ധി എന്താണെന്ന് തിരിച്ചറിയുന്നില്ല. തിരിച്ചറിയാൻ പറ്റാത്ത നാച്ചുറൽ ബുദ്ധി. ഇപ്പൊ മോഹൻലാൽ സച്ചിൻ ഭാഗ്യത്തിന് എത്തിയാണ്, പ്ലാൻ ചെയ്താലല്ല. പക്ഷെ നിങ്ങളുടെ ആപ്റ്റിറ്റ്യൂഡ് നിങ്ങൾ തിരിച്ചറിയൂ. അതാണ് ഇവിടെ ഈ തിരിച്ചറിയാൻ പറ്റാത്തത് മെയിൻലി പാരന്റ്സിന്റെ ഒരു തോന്നുന്നുണ്ടോ? അതായത് നീ എഞ്ചിനീയറിംഗ് പഠിച്ചാൽ മതി, നീ ആർക്കിടെക്ട് പോയാൽ മതി, നീ MBBS പോയാൽ മതി, ഇപ്പൊ ചേട്ടൻ്റെ ഇലക്ട്രോണിക് എഞ്ചിനീയറിംഗ് പഠിച്ചാൽ മതി എന്ന് പറഞ്ഞിട്ട് എല്ലാവരും ഒരു ഫോഴ്സ്ഫുള്ളി പാരന്റിങ് ഭയങ്കര സീനല്ലേ നമ്മുടെ ഇപ്പോഴത്തെ ഒരു ജനറേഷനിൽ. അത് ഫാമിലി ആയതുകൊണ്ടാണ്, ഫാമിലി സിസ്റ്റം ആയതുകൊണ്ടാണ്. ഈ ഫാമിലി നോട്ട് ഇവിടുത്തെ ആൾക്കാർ അങ്ങനെയാണ്. അത് ബേസിക്കലി ബ്രാഹ്മണിസ്റ്റാണ് മെയിൻ തിങ്. പണ്ട് ബുദ്ധിസ്റ്റ് ഉള്ളപ്പോൾ ഇങ്ങനെ ആയില്ല. ബ്രാഹ്മണിസ്റ്റ് പറഞ്ഞാൽ അവരുടെ തിങ്കിങ് ആണ് വന്നിരിക്കുന്നത്. ഡിഗ്നിറ്റി പ്രശ്നം, ഈ ജോലി കൈകൊണ്ട് ചെയ്യുന്ന ജോലി മോശമാണ്, മറ്റേ ജോലി ചെയ്യുന്നത് നല്ലതാണ്. ഗവൺമെന്റ് ജോബ്സിനെ കുറിച്ച് അഭിപ്രായം ഉണ്ടോ? ഗവൺമെന്റ് ജോബ് ഇപ്പോഴാണ് സാലറിയിൽ കിട്ടുന്നത്. ലൈഫ് സെക്യൂർ ആയിട്ട് ആൾക്കാർ കയറുന്നത്. പണ്ടൊന്നും ആരും ഗവൺമെന്റ് ജോബിന് പോകില്ലായിരുന്നു. ലൈഫ് സെക്യൂർ ആവാൻ വേണ്ടിയാണ്. എന്നാലും ഇപ്പം ആളെല്ലാം ഗൂഗിളിന്റെ CEO ആയപ്പോ ഇപ്പൊ എന്റെ കൂട്ടുകാരുണ്ടാണ് IS ഉള്ള കയറാണ്. അവന് പറയാൻ അവന് ഗ്രോത്ത് ഇല്ല, ഒരു വിദേശ രാജ്യത്ത് പോകാൻ പറ്റില്ല. ചേട്ടാ അപ്പൊ ഒരു ഗവൺമെന്റ് ജോലി കയറിയിട്ട് റിട്ടയർ ആവുന്ന ഒരു 40 കൊല്ലം പീരീഡ് ടൈം ഉണ്ട്. ആ ഒരു പീരീഡിൽ കിട്ടുന്ന റിട്ടയർമെന്റ് എമൗണ്ട് ഉണ്ട്. ആ എമൗണ്ടിൽ അതായത് ഒരു 40 കൊല്ലം ഒരാൾ വർക്ക് ചെയ്യുന്ന സംഭവം തൊപ്പി പോലത്തെ ഒരു ആള് വിത്തിൻ 2 ഇയറിൽ ഉണ്ടാക്കി കഴിഞ്ഞു ഓൾറെഡി. ആൾക്ക് ഉണ്ടാക്കാൻ പറ്റുന്നുണ്ട്. ഗവൺമെന്റ് ജോബിന് പോകേണ്ട ഒരു ആവശ്യമില്ല. പൊട്ടൻഷ്യൽ ഭയങ്കര പൊട്ടൻഷ്യൽ ആൾക്കാരും ഗവൺമെന്റ് ജോലിക്ക് പോയില്ല. പക്ഷെ നോക്കുമ്പോ തൊപ്പിനെ റെസ്പെക്ട് ഇല്ല. ഇപ്പൊ ചേട്ടൻ പറഞ്ഞു തൊപ്പിനെ റെസ്പെക്ട് ഇല്ല. 10 കോടി അവൻ വെറും 3-4 കൊല്ലം കൊണ്ട് ഉണ്ടാക്കി. 1-2 കൊല്ലം ഈ സമയത്ത് ഹീറോ അല്ല. ന്യൂജൻ പിള്ളേരുടെ ഇടയില നമ്മുടെ ജനറേഷൻ അല്ലേ, ന്യൂജൻ പിള്ളേരുടെ ഇടയിൽ അവൻ ഹീറോ ആണ്. പക്ഷെ ഒരു ഫാമിലി മൈൻഡുള്ള ഒരു വ്യക്തിക്ക് ഇപ്പൊ ഞാൻ ഒരു കാര്യം പറയട്ടെ, ഈ ന്യൂജൻ ജനറേഷൻ എന്ന് പറയുന്ന ഹീറോ ആകുന്ന ഏത് ഏജ് ഗ്രൂപ്പാണ്? ആ ഏജ് ഗ്രൂപ്പ് വളർന്ന ഒരു മെച്ചോർഡ് ആയി കേൾക്കുമ്പോ അവര് മാറൂലേ? നമ്മളും ആ സമയത്ത്, ഞാനൊക്കെ ആ സമയത്ത് കുറെ പേര് ഇതേപോലെ സെലിബ്രിറ്റി ക്രഷ്, സെലിബ്രിറ്റിയുടെ ആരാധന അങ്ങനെ നടന്ന ഒരുപാട് പേരാണ്. ഞാൻ ചിലപ്പോൾ തിരിച്ചു പോലെ അല്ല ഇപ്പൊ ന്യൂജൻ പിള്ളേർ ചിന്തിക്കുന്ന അവരുടെ ചെറിയ പ്രായത്തിലാണ്. ന്യൂജൻ പിള്ളേർ ചെറിയ പ്രായമാണ്. ഞാനും ആ ചെറിയ പ്രായത്തിൽ ചിന്തിച്ച പോലെ അല്ല. നമ്മൾ വളരെ തിരിട്ടൊക്കെയായിട്ട് ചിന്തിക്കണം. പക്ഷെ ഇപ്പോഴത്തെ പിള്ളേർ എനിക്കൊല്ല, അവർ പേരൻസ് പറഞ്ഞ് കേൾക്കുകൊള്ളില്ലെങ്കിൽ അവർ അവരുടെ ഇഷ്ടമുള്ള അവർ ചെയ്യുന്നത്. ഗേൾഫ്രണ്ട് ഉണ്ട്, അവർ ജോലി ഉണ്ട്, അവര് അങ്ങനെ പോകും. പക്ഷെ ഈ ന്യൂജനില് ഏറ്റവും പ്രശ്നം എന്റെ ഫാദർ ഫാമിലി കിട്ടില്ല എന്തൊക്കെ ചെയ്താ നമ്മൾ ഈ ഫാമിലിയിൽ വെച്ചിട്ട് എല്ലാം ചെയ്തിട്ട് അവസാനം നമുക്ക് അവരെല്ലാം തെറിയാക്കാം. അല്ല എല്ലാം ചെയ്തു കൊടുത്താ. ഈ നിങ്ങൾ പറഞ്ഞിട്ടുണ്ട് മമ്മൂട്ടിയുടെ പടം ഉണ്ടല്ലോ പത്തേമാൻ, അതല്ല മമ്മൂട്ടി ഫാമിലിക്ക് വേണ്ടി കഷ്ടപ്പെട്ട് എല്ലാം ചെയ്തു. വാത്സല്യം പത്തേമാനില് മമ്മൂട്ടിയിലാണല്ലേ. ആ ഫാമിലിക്ക് വേണ്ടി മുഴുവൻ കഷ്ടപ്പെട്ട അവസാനം എന്താ കിട്ടിയെന്ന്. പക്ഷെ ഒരു കാര്യം അമേരിക്കയിൽ വന്ന പിള്ളേർക്ക് ഇഷ്ടമുള്ള പെണ്ണിനെ അടുത്ത് പോവാം, ഇഷ്ടമുള്ള ജോലി ചെയ്യാം, ഒരു അത് നല്ലത്. ഈ ഫാമിലി ആയിട്ട് എന്താ കാര്യം? അവസാനം നമുക്ക് നമ്മൾ ഈ മനുഷ്യത്തെ കാണിച്ച് വിഷമേ തോന്നുന്നു. ഇവരെ നമ്മൾ മാറ്റി പറയും. ഈ പൈസ മേക്ക് എന്ന് പറഞ്ഞല്ലോ, ഇപ്പത്തെ ഒരു ജനറേഷനിലാണെങ്കിലും ഈ ന്യൂജനിലാണെങ്കിലും മണി മേക്ക് ചെയ്യണം എന്ന് ചിന്തിക്കുന്ന പിള്ളേരും കുറവാണ്. മിക്കവരും ഒരു ബാഡ് ഡ്രഗ്സ് അങ്ങനെ പറഞ്ഞിട്ട് കുറെ പോയിട്ട് കുറെ ക്രൈംസും നടക്കുന്നുണ്ട്. അപ്പൊ അതും ശരിക്കൊരു ആപത്തല്ലേ? ഡിസിപ്ലിൻ ഇല്ലാത്തതുകൊണ്ട് എല്ലാ ജനറേഷനും പോസിറ്റീവ് നെഗറ്റീവ് ഉണ്ട്. ഞാൻ ന്യൂജനിൽ കണ്ട ഗുണമാണ് അവരുടെ പ്രാക്ടിക്കലായി ചിന്തിക്കുന്ന ആൾക്കാരാണ്. പക്ഷെ പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കാത്ത ഒന്നിനെ പറ്റി ഒരു ബോധേടം ഇല്ലാത്ത കുറെ പിള്ളേരുണ്ട്. അതായത് ഒരു പോകാൻ അറിയില്ല, ഒരു പഞ്ചായത്തിൽ പോകാൻ അറിയില്ല, അറിയില്ല. അവൻ ലക്ഷ്യമുണ്ട്. പുറമെ കാണിക്കുന്നല്ല. ഞാൻ ഒരു കാര്യം പറയട്ടെ, ഇല്ല അങ്ങനെ പറയാൻ പറ്റില്ല, അങ്ങനെ പറയാൻ പറ്റില്ല. എനിക്ക് തോന്നിയിട്ടില്ല അത്. ഒരു ലിമിറ്റ് വെച്ചാല് ഒരു സ്ഥലത്ത് പെരുമാറേണ്ട ഒരു കോമൺ സെൻസ് ഉണ്ട്, അത് അവനില്ല. അവൻ എത്ര അഭിനയിക്കും, ക്യാമറ ഇല്ലാത്ത സമയത്ത് നമ്മൾ സംസാരിക്കുമ്പോ അത് നമുക്ക് ഫീൽ ചെയ്യും. അങ്ങനെ ആവുമ്പോ എങ്ങനെയാണ് പറയാ? അതേപോലെ പല പിള്ളേർക്കും ഇപ്പൊ കോമൺ സെൻസ് ഇല്ലാത്ത കുറെ പിള്ളേരുണ്ട്. അത് ഈ ന്യൂജനിലല്ലേ? അതിപ്പോ വലിയൊരു കോമൺ സെൻസ് അല്ലേ? കോമൺ സെൻസ് ഇല്ല. ചേട്ടൻ ഇങ്ങനെ ഇപ്പൊ ചേട്ടൻ കോമൺ സെൻസ് ഇല്ല, അറിയോ? പല പഠിപ്പിസ്റ്റർക്ക് കോമൺ സെൻസ് ഇല്ല, അതറിയില്ലേ? അപ്പൊ ഈ പറയുന്ന ഇപ്പൊ ചേട്ടൻ പറഞ്ഞ എല്ലാ കുറെ പഠിപ്പിസ്റ്റിന്റെ പേര് ജീവിതാനുഭവം വേണം. ഞാൻ പറയാം, ഒരു ജീവിതാനുഭവം ഒരിക്കലും ഒരു അക്കാഡമിക് ബുക്കിലും കിട്ടില്ല. ജീവിതാനുഭവം ഒരിക്കലും ഒരു അക്കാഡമിക് ബുക്കിലും കിട്ടില്ല. ലൈഫ് എക്സ്പീരിയൻസ് ഇപ്പത്തെ ന്യൂജന് എങ്ങനെ ലൈഫ് എക്സ്പീരിയൻസ് ഇപ്പത്തെ കാലത്ത് കിട്ടും?
അവർ അനുഭവിക്കണ്ടല്ലോ. അവർ ഇൻഡിപെൻഡന്റ് ആയിട്ട് ഒരു സ്റ്റേജ് അവർക്കെല്ലാം നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അവർ ചിലപ്പോൾ ലുളുമാളിൽ ജോലി ചെയ്യും, ചെറിയ ജോലി ചെയ്യുന്നു. അവര് ഇൻഡിപെൻഡന്റ് ആവുണ്ടല്ലോ. ഇല്ല, തൊപ്പി ഇൻഡിപെൻഡന്റ് ആണല്ലോ ഇപ്പൊ. വിരലിലെല്ലാം പറ്റുന്ന ആൾക്കാരെ ഇപ്പോഴും ഉള്ളൂ. അത് എല്ലാ ജനറേഷനിലും ഏത് കാലഘട്ടത്തിലും അങ്ങനെയാണ്. ഉണ്ട്, ചിന്തയിൽ വ്യത്യാസം ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ വിരലിൽ എണ്ണാവുന്നവര് അങ്ങനെ ചിന്തിക്കുന്നു. എല്ലാവരും നെഗറ്റീവാ. അല്ലെ ചേട്ടൻ പറയുന്നത് അലിൻ ജോസ് ഭയങ്കര മെച്ചൂർഡ് ആയിട്ടുള്ള ഒരാളാണ്, ബുദ്ധിയുള്ള ഒരാളാണ്. മണപ്പൂർവ്വം ആളുകളെ ഫുള്ളാക്കുകയല്ലേ. അവൻ നല്ല ബോധമുണ്ട്, അവൻ പഠിക്കാൻ പിന്നെ മാത്രമേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. അവൻ നല്ല ലക്ഷ്യമുണ്ട്. ഇന്ന് അവനൊരു ലക്ഷ്യമുണ്ട് ഇപ്പോഴും, അവന്റെ മനസ്സിലറിയോ. ലക്ഷ്യത്തിന് വേണ്ടിയാണ് കാണിക്കണം. അവൻ ഇവരെ ഫൂളാക്കുകയാണ്. ആ ലക്ഷ്യം എങ്ങനെ കിട്ടുന്നത്? സ്വന്തം ഡിഗ്നിറ്റി വിറ്റിട്ട്. അങ്ങനെ ഒരു പോസിറ്റീവ് പബ്ലിസിറ്റി ഇവിടെ എവിടെയുള്ളത്? സോഷ്യൽ മീഡിയയിൽ എവിടെ പോസിറ്റീവ് പബ്ലിസിറ്റി ഉള്ളത്? ഒരുപാട് പേർക്ക് പോസിറ്റീവ് പബ്ലിസിറ്റി ഇല്ല, ഇഷ്ടംപോലെ വ്ളോഗേഴ്സ്. പക്ഷെ അതൊരു സ്റ്റേറ്റ് അപ്പുറത്ത് പോവില്ല, ഗ്രോ ചെയ്യില്ല. ഏറ്റവും അറിയപ്പെടുന്ന പിള്ളേർക്ക് ഏറ്റവും ഇഷ്ടം തൊപ്പിയും പെരേരയ്ക്കാണ്. പെരേരയും തൊപ്പിയാണ് ന്യൂജൻ ഇഷ്ടമല്ലത്. അത് പഴയ ജനറേഷൻ. അല്ലല്ല, അവര് കളിയാക്കുക, കളിയാക്കുക അവര്. എന്റെ അടുത്ത് പെൺകുട്ടികൾ എത്രയോ പെൺകുട്ടികളായാലും അവന്റെ അടുത്ത് വന്ന് സംസാരിക്കുന്നു, കൈ കൊടുക്കുന്നു. ന്യൂജൻ പിള്ളേർക്കാണ് ഭയങ്കര ഇഷ്ടം. ന്യൂജൻ പിള്ളേർക്ക് സർക്കാസം കൂടുതൽ, അവർ സർക്കാസ്റ്റിക് ആണ്. ഞാൻ കണ്ടിട്ട് എന്റെ കേസിൽ അങ്ങനെയാണ്. എന്റെ കേസിൽ സർക്കാസ്റ്റിക് ആണ്, ഞാൻ കണ്ടിട്ടുണ്ട്. വീഡിയോ ഫോട്ടോ. പക്ഷെ പിറയുടെ അടുത്ത് അങ്ങനെയല്ല. ന്യൂജൻ പിള്ളേരും ഓപ്പൺലി സർക്കാസ്റ്റിക് ചെയ്യാൻ ധൈര്യമുള്ളവരാണ്. പക്ഷെ അത് നമുക്കില്ല, നമ്മളത് റെസ്പെക്ട് ചെയ്യുന്ന. ടാക്കോബിളിൽ ഇരിക്കുമ്പോ പെരയുടെ അടുത്ത് പല പെൺകുട്ടികളും പല ആൾക്കാരും എടുക്കുമ്പോ സർക്കാസ്റ്റിക് അല്ല. എന്റെ അടുത്ത് എന്റെ അടുത്ത് വന്ന ഇവര് സെൽഫി എടുത്ത് കളിയാക്കിയോണ്ട് പോകും. ഇനി അവര് അവർക്ക് കാണുമ്പോൾ ചിരിച്ചയക്കാൻ പറ്റില്ല, സെൽഫി എടുത്ത് തിരിച്ചോണ്ട് പോകും. പക്ഷെ പേരുടെ അടുത്ത് അങ്ങനെയല്ല. ചേട്ടാ, ഞാൻ അവനെ കൊണ്ട് ഒരുപാട് ട്രാവൽ ചെയ്തോണ്ടുള്ള ഇത് പറയാണ്. ഞാൻ ക്യാമറ എടുത്തോണ്ടിരിക്കുമ്പോ എന്റെ ചുറ്റും കുറെ ആൾക്കാർക്ക് നിൽക്കണ്ടാവും. ഇവരെന്താ പറയാന്ന് അറിയാമോ? ഞാൻ വീഡിയോ എടുത്തോണ്ടിരിക്കുമ്പോ ഇവനൊക്കെയാണോ വിളിക്കുന്നത്? ഇവനെന്ത് കോമാളത്തിൽ കാണിക്കുന്നത്? ഇവന് ഡാൻസിന് അറിയാൻ പാടില്ല. ഇങ്ങനെ പറയുന്ന ആൾക്കാരാണ്. എത്ര പേർക്ക് അഡ്ജസ്റ്റ് വരെ ആയി. ഇവരെല്ലാം കളിയാക്കണ്ടല്ലോ, ഇവരെല്ലാം കളിയാക്കണ്ടല്ലോ. ഇവരെല്ലാം കളിയാക്കണ്ടില്ല. എത്ര പേർക്ക് ലോകത്തിലെല്ലാം മലയാളീസിനും അറിയാം. അതാ പറഞ്ഞ പുള്ളി എങ്ങനെ അത് നേടി, പുള്ളിയുടെ ഡിഗ്നിറ്റി വിറ്റിട്ട്. പക്ഷെ എല്ലാവർക്കും അത് പറ്റില്ലല്ലോ, കാണിക്കാനൊന്നും എല്ലാവർക്കും താല്പര്യമില്ല. എത്ര പേര് അങ്ങനെ ചെയ്യും? വേറെ ഇപ്പൊ സന്തോഷ് പണ്ഡിറ്റ് വളരെ കോമാളിയായിരുന്നു. ഇല്ല, പക്ഷെ സന്തോഷ് പണ്ഡിത്തിന് സംസാരിക്കുന്ന കാര്യങ്ങൾ പോയിന്റ് ഉണ്ട്. ഡയറക്ടർ സിനിമയിൽ മാത്രം പുള്ളി പറയുന്ന കാര്യങ്ങൾ നമ്മൾ കുറച്ചേരം ചിന്തിക്കുമ്പോൾ നല്ല കാര്യം തോന്നിയിട്ടുണ്ട്. ചേട്ടൻ വിളിച്ചില്ലേ? ലോകത്ത് ഏറ്റവും റീച്ചുള്ള സ്പീഡിനാണ്. സ്പീഡിനെ എല്ലാവരും ഒരേപോലെ റെസ്പെക്ട് ചെയ്യുന്നുണ്ടോ? സ്പീഡിനെ അറിയില്ല, സ്പീഡിനെ ഇമിറ്റേറ്റ് ചെയ്താണ് ഈ പറഞ്ഞ തൊപ്പി. തൊപ്പിയുടെ കാര്യം, തൊപ്പി ഇത്ര ഫേമസ് ആവുന്നത് തൊപ്പിയുടെ സംസാര രീതി, പക്ഷെ അത് ഭയങ്കര ടോക്സിക് ആണ്. എന്തോരം പിള്ളേര് അത് ബാഡ് ഇൻഫ്ലുവൻസ് സായിപ്പോപ്പിനൊക്കെ നന്നായിട്ട് ബ്ലൈൻഡ് സൈക്കോ കളിക്കും. പക്ഷെ സായിപ്പോപ്പിക്ക് റീച്ച് എന്താ അവൻ തെറി വിളിക്കും. അതാണ് അവര് എത്ര വയസ്സുള്ള പിള്ളേരാ, അവരത് ബാഡ് ആയിട്ട് ഇതാക്കുന്നത് പലരും ആലോചിക്കുന്നില്ല. ഇപ്പൊ ചേട്ടൻ പറഞ്ഞു ഞാൻ 90s പോലെ ചിന്തിക്കുന്നു, പക്ഷെ ഞാൻ ട്രാൻസിഷൻ പീരീഡാ. പക്ഷെ ഇനി വരുന്ന തലമുറയില് ഇപ്പൊ നടക്കുന്ന കുറെ കാര്യങ്ങള് പിള്ളേരുടെ വായന്ന് വരുന്ന വേർഡ്സ് എങ്ങനെയാണ് ചേട്ടൻ തന്നെ അത് എങ്ങനെ അവര് പഠിക്കുന്നേ? അപ്പൊ അവരെ ആരാധിക്കുന്ന ആൾക്കാരുടെ ഇൻഫ്ലുവൻസ്. അപ്പൊ ഒബ്വിയസ്ലി ഈ പറയുന്ന വ്ളോഗേഴ്സിനാണെങ്കിൽ എല്ലാവർക്കും നെഗറ്റീവ് വരില്ല എന്ന് പറയാൻ പറ്റില്ല. ജൂനിയർ അലിൻ ജോസ് ഉദ്ദേശിച്ച നേടി.
ആ നേടിയില്ല ഞങ്ങളും പറഞ്ഞില്ല, പക്ഷെ അത് നെഗറ്റീവ് ചേട്ടാ പക്ഷെ മെച്ചൂർ അവന്റെ ഏജ് സെൽഫ് റെസ്പെക്ട് വേണ്ട പിന്നെന്തോ ആവും. അതാണ്. അത് എല്ലാരും അതേപോലെ ആവോ? സെൽഫ് റെസ്പെക്ട് ഇപ്പൊ എന്നോട് സെൽഫ് റെസ്പെക്ട് വിട്ടിട്ട് ഒരു കാര്യം ചെയ്യാൻ പറഞ്ഞാൽ ഞാൻ അപ്പൊ പറയും എനിക്ക് പറ്റില്ല, അങ്ങനെ ഞാൻ പറയുള്ളൂ. അതേപോലെ ചിന്തിക്കുന്ന എന്തോരം പേരുണ്ട്. പക്ഷേ എല്ലാരും അതേപോലെ ആവില്ലല്ലോ. അങ്ങനെ വൈറലാകാൻ പറ്റുള്ളൂ. അതിന് ഇമ്പോർട്ടൻസ് കൊടുക്കാത്ത എന്തോരം പേരുണ്ട്. ഈ ന്യൂജൻ പിള്ളേർക്ക് ഇഷ്ടമാണ്. ന്യൂജൻ പിള്ളേർക്ക് പെരേരയും തൊപ്പിന്ന് ഭയങ്കര ഇഷ്ടമാണ്. തൊപ്പിനെ അവർക്ക് ഇഷ്ടമാണ്, പക്ഷെ തൊപ്പിനോടുള്ള ഇഷ്ടം ഗെയിമിങ്. തൊപ്പി അവരുടെ പൾസ് മനസ്സിലാക്കി സംസാരിക്കുന്നു, പക്ഷെ പെരേര സർക്കാസമാണ്. അത് എന്തുകൊണ്ടാന്ന് പറഞ്ഞാല് ഉണ്ടാവായിരിക്കും. അവർ എന്റെ അടുത്ത് വരുമ്പോ കളിയാക്കിയിട്ട് പോകും. പക്ഷെ ഇവന്റെ അടുത്ത് സീരിയസ് ആയിട്ട് തന്നെയാണ്. അത് മേ ബി ചേട്ടന് വരുന്ന അത് അവിടെ വരുന്നതാണ്. ചിലപ്പോ ചേട്ടന് ഒരു ലൈക്ക് എന്നോട് എന്ത് ഇവര് പെരുമാറിയിട്ട് അങ്ങനെ തോന്നാം. ഞാൻ നോട്ട് ചെയ്തിട്ട് എന്റെ അടുത്ത് വരുമ്പോ ഇവര് പിന്നെ ഇല്ലാതെ ഞങ്ങൾ പറയുന്നില്ല, ചിരി സഹിക്കാൻ പറ്റില്ല. അവർക്ക് പഴയ ഇൻഡസ്ട്രി കൊണ്ട് പുച്ഛമുണ്ട്. പക്ഷെ ട്രോൾസ് ഉണ്ടാവൂലേ, ആറാടുകയാണ് അല്ലെങ്കിൽ രാത്രി ചേട്ടൻ ഇങ്ങനെ മൊബൈൽ ഇങ്ങനെ വെച്ച് സംസാരിക്കുന്ന ആ ഒരു സ്റ്റൈലും ചേട്ടന്റെ ആ ഒരു രീതിയും കൊണ്ടാണ് ചേട്ടനോട് കോമാളിത്തരം എല്ലാവരും ചിന്തിക്കുന്നത്. അല്ലാണ്ട് ചേട്ടൻ പറയണത് നല്ല കാര്യങ്ങളാണ്. എല്ലാം പോട്ടെ. ഈ പെരേരയ്ക്ക് നല്ലൊരു സ്ഥലത്ത് പോയാല് നമ്മള് നോർമലി ഒരു മനുഷ്യന് കൊടുക്കുന്ന റെസ്പെക്ട് കിട്ടുമെന്ന് തോന്നുന്നുണ്ടോ? ഒരിക്കലും ഇല്ല. അടുത്ത ദിലീപാണ്, അറിയോ? ആ രീതി ചിന്തിക്കുന്ന ആളാണ് ദിലീപ്. മിമിക്രി ചെയ്ത് വന്നിട്ട് അവസാനം വലിയ ആളായില്ലേ. പക്ഷെ ദിലീപിന് കഴിവുണ്ട്. എങ്ങനെയാണ് ദിലീപ് സ്റ്റേജ് പെർഫോമൻസ് ഇങ്ങനെ കാണിച്ചിട്ടില്ല. അങ്ങനെയല്ല ഞങ്ങൾ പറയുന്നത്. പക്ഷെ പെരേരനോട് കാണിക്കുന്ന റെസ്പെക്ട് അതെ, ഇവർക്കൊക്കെ പബ്ലിക് ഇമേജ് ഉണ്ട്. അയാൾക്കുള്ള ഫെയിം ഇപ്പൊ വേറെ ആർക്കും ഇല്ല. നല്ല ഫെയിം ഉണ്ട് അലിൻ ജോസ്. പക്ഷെ പുള്ളിക്ക് മനസ്സറിഞ്ഞിട്ട് ആരെങ്കിലും റെസ്പെക്ട് ചെയ്യോ? അതുണ്ടാവില്ല. അങ്ങനെ എല്ലാവരും ചിന്തിക്കില്ല. ഈ എഡ്യൂക്കേഷൻ വിട്ടിട്ടോ അല്ലെങ്കിൽ ചിന്തിക്കില്ല. അവിടെ ഞാൻ പറയുന്നത് ഈ ന്യൂജൻ എന്ന് പറയുന്നത് വളർന്നു വരുന്ന ഏജാണ്. അവർക്ക് ഇപ്പോ അവരുടെ ചുറ്റുള്ളതൊക്കെ അതെ, പക്ഷെ ഒരു ഏജ് കഴിഞ്ഞാൽ അവർ മാറി ചിന്തിക്കാൻ തുടങ്ങും. പ്രാക്ടിക്കലായിട്ട് ലൈഫ് എന്താന്ന് മനസ്സിലായി കഴിഞ്ഞാൽ എല്ലാവരും അത് മാറി ചിന്തിക്കും. അതിപ്പോ ഞാനിപ്പോ അങ്ങനത്തെ ഒരു സ്റ്റേജിൽ കൂടെ പോണോണ്ട് എനിക്ക് അത് ക്ലിയർ ആയിട്ട് മനസ്സിലാവും. കാരണം ലൈഫ് എന്താന്ന് മനസ്സിലായി കഴിഞ്ഞാല് എനിക്ക് 20 വയസ്സുള്ള തോട്ടല്ല ഇപ്പൊ ഞാൻ ചിന്തിക്കുന്നത്. അത് എല്ലാവരുടെ കാര്യത്തിലും അങ്ങനെ തന്നെയാണ്. അപ്പോഴും നമുക്കതൊരു ഹോപ്പാണ്. പക്ഷെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ നമുക്കത് പറയാൻ പറ്റില്ല. മതം വരും, ജാതി വരും, അതൊരിക്കലും ഇവിടെ വരില്ല. ഇന്ത്യൻ കൾച്ചർ എന്തൊക്കെ പറഞ്ഞാലും വേറെ അവർ ഇമിറ്റേറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷെ എത്രത്തോളം സക്സസ് ആണ് എല്ലാം പോട്ടെ. റിലേഷൻഷിപ്പില് അവര് കൊറേ സിറ്റുവേഷൻഷിപ്പും എല്ലാ സിറ്റുവേഷൻ എല്ലാം വരുന്നുണ്ട്. അങ്ങനത്തെ കുറെ കാര്യങ്ങൾ മാറുന്നുണ്ട്. ഈ സിറ്റുവേഷൻഷിപ്പ് എല്ലാം വരുന്നുണ്ട്. പക്ഷെ അപ്പോഴും പണ്ടത്തെ ജനറേഷൻ ആൾക്കാർ ആത്മഹത്യ ചെയ്യുക, എന്ത് ചെയ്യുക, ഇല്ല. ഇപ്പത്തെ പിള്ളേർക്ക് സൂസൈഡ് ടെൻഡൻസി കൂടുതലാ. കാരണം എനിക്ക് ബ്രേക്കപ്പ് ആയിട്ട് സൂസൈഡ് ചെയ്യും. ബ്രേക്കപ്പ് ആയിട്ട് ആവുന്നില്ല, പക്ഷെ അവർക്ക് മെന്റലി അവർ സ്ട്രോങ് അല്ല. കൊറേ അപ്പോഴും ഇഷ്യൂസ് ഉണ്ട്. പിന്നെ എന്തൊക്കെ പറഞ്ഞാലും ഒറിജിനൽ തിങ്കിങ് പ്രാക്ടിക്കൽ ആണ്. ചേട്ടാ ഞാൻ ഇപ്പത്തെ പിള്ളേരെ പ്രശ്നം എന്ന് വെച്ചാൽ നമ്മൾ പണ്ട് ക്രിക്കറ്റ് കാണുമായിരുന്നു, ഫുട്ബോൾ കാണുമായിരുന്നു, ഷട്ടിൽ കാണുമായിരുന്നു, എന്ത് പരിപാടി ഉണ്ടെങ്കിലും കാണുമായിരുന്നു, കളിക്കാൻ പോകുന്നു, പുറത്ത് കളിക്കാൻ പോകുന്നു. ഇപ്പൊ ഇല്ല. അതായത് അവർക്ക് പൊതു അറിവില്ല. അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ നിന്ന് നടക്കണം. ഫേസ്ബുക്കിലില്ല, ഫേസ്ബുക്കിലേ ഇല്ല. അവർക്ക് അമേരിക്കയിലെ ഹാർവാർഡ് വലിയ യൂണിവേഴ്സിറ്റി അവിടെ പഠിക്കുന്ന പിള്ളേർക്ക് സോഷ്യൽ നടക്കുന്ന ഒരു കാര്യം അറിയില്ല. ഇപ്പൊ ചോദിച്ചാൽ പിണറായി വിജയൻ മുഖ്യമന്ത്രി എന്ന് പറയാം. കാരണം ട്രോള് വന്നുകൊണ്ട് അറിയാം, അതേപോലെ വിദ്യാഭ്യാസ മന്ത്രി ഇപ്പൊ ട്രോള് വന്നുകൊണ്ട് അറിയാം. അവർക്ക് ആവശ്യമില്ല, അവർക്ക് കിട്ടുന്നുണ്ടാ. പെരേരക്ക് എന്താ ആവശ്യമുണ്ട് അതാണ് കിട്ടുന്നുണ്ടാ. പക്ഷെ നമ്മളെ വിദ്യാഭ്യാസത്തിൽ പഠിപ്പിക്കണ എന്തുട്ടാ? പണ്ടോ ചത്തുപോയ ആൾക്കാരെ പറ്റിയാണ് നമ്മൾ പഠിപ്പിക്കണേ. അതായത് ഫസ്റ്റ് വേൾഡ് വാറിൽ ആരൊക്കെ ഉണ്ടായി, സെക്കൻഡ് വേൾഡ് വാറിൽ ആരൊക്കെ എപ്പോഴും പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. വേൾഡ് വാർ പിന്നെ ന്യൂട്ടൺ ഫസ്റ്റ് ലോ, സെക്കൻഡ് ലോ, ഇതൊക്കെ പണ്ടുള്ള കാര്യങ്ങളാണ് ഇപ്പോഴും പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ ഹിസ്റ്ററി പഠിക്കുമ്പോ നമ്മളെ പടക്ക് പറ്റിയ മിസ്റ്റേക്സ് നമ്മൾ പഠിക്കുന്നുണ്ടാവും. എല്ലാ ആവശ്യമുണ്ട്. നിങ്ങൾ ലക്ഷ്യ പണമാണെങ്കിൽ അധികം പഠിച്ച സമയം കളയാറുണ്ട്. ഒരു 12th സ്റ്റാറ്റസ് ഇല്ല. അല്ല, പൈസ സ്റ്റാറ്റസ് ഉണ്ട്.
പൈസ നിങ്ങൾ പൈസക്ക് റെസ്പെക്ട് ഉണ്ട്. നിങ്ങൾ ഭയങ്കര അതാ എന്നാ കോടീശ്വരനാവണം കോടീശ്വരനാവണ്ട. നിങ്ങൾ ഭയങ്കര അമ്മച്ചിയാണ്. അമ്മച്ചി തിക്കിക്കാണ്. ഇല്ല, നിങ്ങൾ ഇങ്ങനെ എന്തൊക്കെ പറഞ്ഞാലും ഇതാണ് ഇപ്പത്തെ സത്യാവസ്ഥ. അതിപ്പോ നിങ്ങൾ പറ. ഞാനിപ്പോ ഇത്രയും പറഞ്ഞു, പക്ഷെ ഞാനിപ്പോ പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റുണ്ടോ? നടക്കുന്ന കാര്യമില്ല ഞാൻ പറയുന്നത്. ഇല്ല, ചേട്ടൻ പറയുന്നത് ഇല്ല, ഞാൻ പറയുന്നത് ഇപ്പൊ സത്യമായിട്ട് നടക്കുന്ന കാര്യങ്ങളാണ്. ചേട്ടന്റെ പോയിന്റ് ഓഫ് വ്യൂ പറയുന്നു. പക്ഷെ അവര് വീട്ടിൽ അങ്ങനെയാണോന്ന് ചേട്ടന് പറയാൻ പറ്റോ? വീട്ടിൽ അവരങ്ങനെ അല്ലായിരിക്കും. ആ പെർസ്പെക്റ്റീവ് ഞാൻ പറയുന്നത്. അതാ ഞാൻ പറഞ്ഞത്. അല്ല, അതായത് അവനിപ്പോ ഒരു 5000 കിട്ടിയാലും 10000 കിട്ടിയാലും ഒരു ദിവസം തീരും. നാളെ അവൻ 50 രൂപ അവൻ 50 രൂപ അത് എൻജോയ് ചെയ്യണം. പക്ഷെ സേവിങ്സ് ഉണ്ടാക്കുന്നില്ല. ഞാൻ അവനോട് എപ്പോഴും പറയാം, സേവിങ്സ് ഉണ്ടാക്കുന്നില്ല അവൻ. ആവശ്യമില്ലായിരിക്കും. അവന് ഫെയിമാണ്. പക്ഷെ അവൻ ആഗ്രഹമുണ്ട്. അവന് 25 ലക്ഷം രൂപ കടമുണ്ട്, അമ്മയ്ക്ക് കടമുണ്ട്, അച്ഛന് കടമുണ്ടെന്ന് പറയും. പക്ഷെ അവൻ കടം തീർക്കാൻ വേണ്ടി അവന്റെ ലക്ഷ്യം ബിഗ് ബോസ് ആണ്. അവൻ ചെയ്യുന്നില്ല. ബിഗ് ബോസിൽ കയറിയില്ലെങ്കിൽ അല്ല, ബിഗ് ബോസ് ആണല്ലേ, ബിഗ് ബോസ് കിട്ടിയില്ലെങ്കിൽ അവനാണ് ഏറ്റവും ബെറ്റർ. അവൻ കട തുടങ്ങും, അവൻ ബിസിനസ് തുടങ്ങും. ബിഗ് ബോസ് കിട്ടിയില്ലെങ്കിൽ അവൻ ഈ പരിധി അപ്പം നിർത്തും. ബിഗ് ബോസിൽ എന്തായാലും കിട്ടത്തില്ല. അവൻ പറഞ്ഞു മാർക്കറ്റ് ചെയ്തിട്ട് വേണ്ടിയാണ് ഈ ചെറിയ രൂപയിൽ ഇപ്പൊ ചെയ്യുന്നത്. എന്നോട് പറഞ്ഞു ഞാൻ ചെറിയ രൂപ വാങ്ങിക്കുന്നത് ഇപ്പൊ ഒരു എസ്റ്റാബ്ലിഷ് ചെയ്താൽ നല്ല റേറ്റ് ആയിരിക്കും. അവൻ ഈ ബർത്ത്ഡേസിൽ ആദ്യം വാങ്ങിച്ച റേറ്റ് ഒന്നല്ല ഇപ്പൊ വാങ്ങിക്കുന്ന. കൊല്ലത്ത് പോയപ്പോ 5000 പൈസ വാങ്ങിച്ചല്ലോ എന്ന് പറഞ്ഞാൽ മണ്ടറൊന്നല്ല. അവൻ എന്നെ പറഞ്ഞല്ലോ ഞാൻ 5000 ഇപ്പോഴാണ് വാങ്ങിക്കുന്നത്. കാരണം പേരെടുക്കണം, എസ്റ്റാബ്ലിഷ് ചെയ്താൽ പിന്നെ അവൻ നല്ല റേറ്റ് വാങ്ങിക്കും. ബിഗ് ബോസ് നിങ്ങൾ ജനങ്ങളാണ് പൊട്ടന്മാർ, അവനല്ല പൊട്ടൻ. അവൻ നിങ്ങൾ ശരി ഈ രാഷ്ട്രീയക്കാരും സിനിമാക്കാരും എന്ത് ചെയ്യണം? മാസിന്റെ സൈക്കോളജി മനസ്സിലാക്കിയാണ് അവർ വിജയിക്കണം. ഈ മാസ് സൈക്കോളജി എന്തിനാണ് വെറുതെ മനസ്സിലാക്കണം? മാസിന്റെ സൈക്കോളജി മനസ്സിലാക്കി ആരും മാനിപ്പുലേറ്റ് ചെയ്താണ് പുള്ളി പൊങ്ങി വരുന്നത്. ഭയങ്കര ബുദ്ധിമാനാ പുള്ളി. ചേട്ടാ അതൊക്കെ ഞങ്ങൾ സമ്മതിച്ചു. പക്ഷെ ഞങ്ങള് പറയുന്നത് സൊസൈറ്റിയിൽ പുള്ളിക്ക് ചേട്ടന് ഞാൻ പറയുന്നത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ചേട്ടൻ നിങ്ങൾ തർക്കിക്കുന്നത്. പക്ഷെ ഞാൻ പറയുന്നത് ഈ ചേട്ടൻ ഇപ്പോ സെലിബ്രിറ്റിയുടെ സൈഡിലാന്ന് വിചാരിക്കുക. ഞങ്ങൾ ഷൂട്ട് ചെയ്യുന്ന ആൾക്കാരുടെ സൈഡില്ല, ഞങ്ങൾ സാധാരണ ആൾക്കാരുടെ സൈഡില്ല. അവരെങ്ങനെ പെരുമാറണമെന്നുള്ളത് നിങ്ങളെക്കാളും ഞങ്ങൾക്ക് നന്നായി അറിയാൻ പറ്റും. ആ ഒരു പെർസ്പെക്റ്റീവിൽ ഞങ്ങൾ സംസാരിക്കുമ്പോൾ അത് എന്തെങ്കിലും സത്യം ഉണ്ടാവില്ലേ? ഇല്ലേ? ഞാൻ ഒബ്സർവ് ചെയ്തിട്ടുണ്ട്. ചേട്ടൻ പക്ഷെ ഒബ്സർവ് ചെയ്യുന്നത് അടുത്ത ആള് റൈസ് ഒന്ന് ചൂടായപ്പോ ചേട്ടൻ തിരിച്ച് നല്ല ചീത്ത പറഞ്ഞു. ചേട്ടന് ഫ്രസ്ട്രേറ്റഡ് ആയി. ചേട്ടന് നെഗറ്റീവ് റിയാക്ട് ചെയ്യില്ല. ഇത്ര വലിയ സെലിബ്രിറ്റി എന്തുകൊണ്ടാണ് അവരെ അവിടെ നിന്ന് ഇറക്കി വിടുന്നത്? പറ. ഇപ്പൊ ഈ പറയുന്നത് നിങ്ങൾക്ക് ഈ തിയേറ്ററിലൊന്നും കയറാൻ പറ്റില്ല. ഇത്ര വലിയ സെലിബ്രിറ്റി അല്ലേ, ഇത്ര ഫാൻസ് ഇല്ലേ, എന്തുകൊണ്ട് ഇറക്കി വിടുന്നു? ആ പ്രശ്നങ്ങൾ എന്തുകൊണ്ട് വന്നു? ഈ പ്രശ്നം എന്റെ കേസിലെ കാര്യം ഞാൻ എനിക്ക് പറയാറുണ്ട്. വേറെ പാട്ടുകാർ പുറത്തേണ്ട ആവശ്യം മനസ്സിലാവണം. അവര് ചെയ്യുന്ന വീഡിയോസ് കാണുമ്പോൾ ചെറിയ പടങ്ങൾ ഇവർ പ്രൊമോട്ട് ചെയ്ത് നന്നായിട്ട് പോയിട്ടുണ്ടാവും. എന്റെ അറിവിൽ ഒരു പടം പോലും വീഡിയോ മാത്രമേ അല്ല, ഫിലിം അറിയപ്പെടുന്നുണ്ടോ? ഒരാഴ്ച ഓടുന്നുണ്ടോ? ചേട്ടൻ തന്നെ പറ, ഒരാഴ്ച ഓടുന്നുണ്ടോ? ഒരു ആഴ്ച ഒരു ഷോ അതിന്റെ അപ്പുറം 2 ഷോ അല്ലെങ്കിൽ 2 ഷോ, രണ്ടാമത്തെ ഷോ ചിലപ്പോ ഭാഗ്യം കിട്ടും. എന്തൊക്കെ പെരേര ഉദ്ദേശിച്ചു ചേട്ടൻ ഇങ്ങനെ പറഞ്ഞിട്ട് തള്ളതു. പക്ഷെ ഞങ്ങളുടെ പറയുന്നതിന് ഉത്തരം ചേട്ടന് തരാൻ പറ്റുന്നില്ല. സിനിമ വിജയിക്കുന്നത് സിനിമയുടെ ഹീറോ ആണ്. ഹീറോ അല്ല, അവര് സർക്കാസ്റ്റിക്കാ. ഹീറോ അല്ല, അത് സർക്കാസ്റ്റിക് ആയിട്ടാണ് കാണുന്നത്. അവർക്ക് വിദ്യാഭ്യാസം തന്നെയാണ് ആരെങ്ങനെ വിലയിരുത്തണമെന്ന് നന്നായിട്ട് അറിയുന്നത് ഇപ്പത്തെ പിള്ളേര്. ഞാൻ പറയാം, ഒരു പോപ്പുലേഷനിൽ ഏറ്റവും കൂടുതൽ മാസാണ് 98% മാസാണ്. ചിന്തിക്കുന്ന ആൾക്കാരൊന്നല്ല. ഇപ്പൊ എന്തുകൊണ്ട് മാസ് സിനിമയിൽ ഏറ്റവും കൂടുതൽ ഓടുന്നത്? ഇപ്പൊ രാമലീല സിദ്ദിഖ് ഡയലോഗ് എല്ലാ കാര്യം മാസാണ്. പൊളിറ്റിക്സ് ആണെങ്കിൽ എല്ലാം മാസാണ്. മാസ് സൈക്കോളജി ഏറ്റവും മനസ്സിലാക്കിയ ആളാണ് പെരേര. മാസ് സൈക്കോളജി മനസ്സിലാക്കിയിട്ടൊന്നും ചെയ്യുന്നതല്ല. ഇല്ല, ഒരു ചേട്ടൻ പറഞ്ഞ ഒരു കാര്യം കറക്റ്റാ. അവനിത് പറഞ്ഞു, അവനിത് കാണിക്കുന്ന മുഴുവൻ അത് പറഞ്ഞ കറക്റ്റാ. ആൾക്കാർക്ക് ആൾക്കാർ ഇങ്ങനെ കൊടുത്താല് ആൾക്കാർ കാണും എന്നുള്ളത് അവനറിയാം. അത് ഞങ്ങൾ സമ്മതിച്ചു. പക്ഷെ അതുകൊണ്ട് അവന് ഫാൻ ഞാൻ ഇങ്ങനെ ചെയ്താലാണ് ആൾക്കാർ എന്നെ നോക്കുള്ളൂ. ഞാൻ ചേട്ടൻ്റെ സംസാരിച്ച ചേട്ടാ
ചേട്ടാ വയറിലായിരുന്നു ഞാൻ അറിയാതെ വയറിലായി അവൻ പ്ലാൻ ചെയ്ത വയറിലല്ലേ എത്ര പേർക്ക് വീട്ടു കാണാം പറ്റൂലോ അതുവരെ കോമേഴ്സിനെ ചെയ്യാൻ പറ്റുന്ന ആർക്കും പറ്റും. പക്ഷെ അവിടെ കൊടുക്കേണ്ടത് എന്താ ഡിഗ്നിറ്റി, അതെല്ലാവർക്കും പറ്റില്ല. കോമേഴ്സിനെ കാണിക്കാൻ പറ്റുന്ന ആർക്കും ചേട്ടൻ എന്താ അത് പറ്റൂല എന്ന് ചേട്ടൻ ചേട്ടൻ പറഞ്ഞല്ലോ, ചേട്ടൻ പറഞ്ഞില്ലേ എനിക്ക് പറ്റില്ല കോമാളിത്തരാവാന്ന് പറഞ്ഞ ചേട്ടൻ. ചേട്ടന്റെ അടുത്ത് നമുക്കിപ്പോ എങ്ങനെയാണ് ഇപ്പൊ ഞാൻ ചേട്ടൻ്റെ ഇങ്ങനെ സംസാരിക്കാം. പുതിയ ജനറേഷനും അങ്ങനെ ചെയ്യില്ല. എത്ര പേര് ഈ ന്യൂജൻ പിള്ളേർ ഇയാളുടെ അടുത്ത് വരുന്ന ശരിക്കും ഒബ്സർവ് ചെയ്യുന്നുണ്ട്. അങ്ങനെ എല്ലാവരും എനിക്ക് തോന്നിയിട്ടില്ല. അത് എത്ര പേര് ചേട്ടൻ കണ്ടിട്ടുണ്ട് ഈ ന്യൂജൻ പിള്ളേര്? ഒരുപാട് എന്റെ അടുത്ത് വരാം. അത് ചേട്ടന് വരുന്ന ഈഗോയാണ്. പിന്നിൽ നിന്നൊന്ന് ചെയ്തു അപ്പൊ മനസ്സിലാവും ചേട്ടൻ. ചേട്ടനപ്പം ഈഗോ. ഒരു ദിവസം ചേട്ടൻ എന്നോട് അപ്രൂവ് ചെയ്ത് കാണിച്ചു തരാം. ചേട്ടൻ പ്രൂവ് ചെയ്ത് തരാം. എന്നിട്ട് ചേട്ടൻ ഇത് പറ, ഞങ്ങൾ പ്രൂവ് ചെയ്ത് തരാം. ഞാൻ ഇവനെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേരുണ്ട്. അങ്ങനെയാണെങ്കിൽ മിക്കവരും പറയുന്നുണ്ട് ഇപ്പത്തെ കോമഡിനെക്കാള് സൂപ്പറാണ് പെരേരയുടെ വീഡിയോ കാണാൻ. മൈക്കൽ ജാക്സൺ പറഞ്ഞ ആൾക്ക് ഞങ്ങള് തൃശ്ശൂർ ഒരിക്കലും കമ്പയർ ചെയ്യാൻ പറ്റില്ല. മാസ് വരുമ്പോഴാണ് ഏറ്റവും ഇപ്പൊ ചെയ്ത്താന്റെ പോപ്പുലാരിറ്റി ചെയ്ത്താണ് പെരേരയുടെ കുപ്പിയുടെ പോപ്പുലാരിറ്റി ഇല്ല. കാരണം ചെയ്ത്താൻ വേറെ ഇല്ല, ചെയ്ത്താൻ കുറച്ച് ക്ലാസ് ഓഡിയൻസ് ആണ്, താല്പര്യമില്ല. അതുകൊണ്ടാണ് പക്ഷെ അവിടെയാണെങ്കിലും ചെകുത്താന്റെ എതിരെ എന്തോരം ലൈക്ക് എന്തോരം തെറിവിളിയും എന്തോരം പുള്ളിനെ ആർക്കെങ്കിലും ഫേമസ് എല്ലാ ആരെ തെരുവിളി കേൾക്കാത്ത ഏതൊരു വീഡിയോ പറയാം. പക്ഷെ അവിടെ ഈക്വൽ എല്ലാവർക്കും തെറിവിളി മാത്രമല്ല. പക്ഷെ എന്റർടൈൻമെന്റ് കൊടുക്കുന്നില്ല ആൾക്കാർക്ക്. ഉണ്ട്, അതൊക്കെ ഞങ്ങൾ അക്സെപ്റ്റ് ചെയ്തല്ലോ. പക്ഷെ ഞങ്ങൾ പറയുന്നത് അതൊന്നുമല്ലോ. അതാണ് എല്ലാവരും ചെയ്തത് ഞങ്ങൾ പറയുന്നത്. മനസ്സിലായോ? ന്യൂജൻ പിള്ളേർക്കാണ് വലിയ കാര്യം തന്നെയാണ്. അതങ്ങനെ അല്ലാതെ ഞങ്ങൾ പറയുന്നത്. അത് ചേട്ടന് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തത്. ഞങ്ങൾ പറഞ്ഞത് ഹീറോ മോഹൻലാലിനെ കാണുന്ന പോലെ അല്ല അലിൻ ജോസ് പെരേരയെ കാണുന്നത്. അത് ചേട്ടൻ മനസ്സിലാക്കും. ലാലേട്ടൻ എന്ന് പറയുമ്പോ തന്നെ നമുക്കൊരു സ്നേഹമുണ്ട്. പക്ഷെ എന്നാലും ഒരു സ്നേഹമുണ്ട്. പക്ഷെ എന്നാലും അവിടെ ഒരു സ്നേഹമുണ്ട്. ചേട്ടൻ പറയില്ല ഞാൻ പണ്ടത്തെ ലാലേട്ടന്റെ ആ കാര്യം ഈ പെരേരയുടെ കാര്യത്തിൽ നിങ്ങൾക്ക് പറയാൻ പറ്റും. മോഹൻലാലിനെ എത്ര ട്രോൾ ചെയ്യുന്ന എന്തൊക്കെ എഡിറ്റിംഗ് ബഡ്ജറ്റിലാലോണ്ട് എന്തൊക്കെയാ പറയുന്ന ആൾക്കാരെ ചെയ്താൽ എന്തൊക്കെ പറയണ അതിന്റെ ഇല്ല ഞങ്ങൾ പറയുന്നില്ലല്ലോ. പക്ഷെ അപ്പോഴും ലാലേട്ടന്റെ പെരേര ബുദ്ധിമാനായ കോമാളിയാണ്. ബുദ്ധിമാനായ കോമാളി ഞങ്ങളിപ്പോ എന്തെങ്കിലും പറഞ്ഞു. അവൻ സംബന്ധിച്ചില്ല, അവൻ ജയിച്ചു. അവൻ എന്ത് വേണോ അത് നേടി. ഏറ്റവും വിജയം. പക്ഷെ ക്യാരക്ടർ സ്വിച്ച് ചെയ്യും. ഇപ്പൊ ഫ്ലെക്സിബിൾ ആണ്. ഞാൻ ഫ്ലെക്സിബിൾ അല്ല, അതുകൊണ്ട് എനിക്ക് കോമാത്രം ആക്കാൻ പറ്റാത്തത്. ഇപ്പൊ ദേവൻ ഫ്ലെക്സിബിൾ അല്ല, അവൻ ഫ്ലെക്സിബിൾ ആണ്. എന്ത് ഫ്ലെക്സിബിൾ? അവന് ഇങ്ങനെ ഏത് ലെവലിലേക്ക് താഴാൻ പറ്റും. ഫ്ലെക്സിബിലിറ്റി എന്ന് പറയുമ്പോ വേറെ സാധനം മാറി. എനിക്ക് അതാ ചേട്ടാ പറഞ്ഞത് ഇപ്പത്തെ കാലത്ത് പലരും സെൽഫ് റെസ്പെക്ട് അടിത്തറ വെക്കാൻ റെഡി അല്ലല്ലോ. എന്താണ് എല്ലാം ഇങ്ങനത്തെ ആൾക്കാരല്ലേ. എത്ര വ്ളോഗേഴ്സ് ഉണ്ട്, നല്ല നല്ല വീഡിയോസ് എത്ര വ്ളോഗേഴ്സ് ഉണ്ട്. സൂപ്പർ ഭാവിയാ. ആര് പറഞ്ഞു നല്ല നല്ല വ്യൂസ് എത്ര വ്ളോഗേഴ്സ് ഉണ്ട്. നല്ല വ്ളോഗേഴ്സ് ഇപ്പോഴും ഉണ്ട്. KL ബ്രോ അവരാണ് ഇപ്പൊ നമ്മുടെ കേരളത്തിലെ ഏറ്റവും നല്ല വ്ളോഗേഴ്സ്. അവര് ഫാമിലി വ്ളോഗേഴ്സ് ആണ്. പക്ഷെ ഞാൻ പറഞ്ഞത് റെസ്പെക്ട് ലൈക്ക് അവരെ റെസ്പെക്ട് ചെയ്യുന്നുണ്ട്. അവരുടെ പോസിറ്റീവ് പബ്ലിസിറ്റി ആണ്, നെഗറ്റീവ് പബ്ലിസിറ്റി മാത്രമല്ല. അലിൻ ജോസ് പെരേരയും ഈ പറയുന്ന KL ബ്രോയിൽ നിന്ന് വന്ന് നിന്ന് കഴിഞ്ഞാൽ അലിൻ ജോസ് പെരേരയുടെ കൂടെ ആളുകൾ പോകത്തുള്ളൂ. അതായത് ക്യാമറ ഫേസ് അലിൻ ജോസ് പെരേരയ്ക്ക് കിട്ടത്തുള്ളൂ. അവിടെ അതാ പറയുന്ന നെഗറ്റീവ് പബ്ലിസിറ്റി. അതുകൊണ്ട് എന്ത് ഗുണമെന്നാ ഞാൻ ചോദിക്കുന്നേ. അതുകൊണ്ട് എന്ത് ഗുണമെന്നാ ഞാൻ ചോദിക്കുന്നത്. പബ്ലിസിറ്റി കമലഹാസന് കിട്ടും. കമലഹാസൻ നല്ല നടനാണ്, പക്ഷെ കമലഹാസനെക്കാട്ടും മാർക്കറ്റുള്ള രജനീകാന്തിനാണ്. പക്ഷെ രണ്ടുപേർക്കും റെസ്പെക്ട് ഈക്വലി കിട്ടുന്നുണ്ട്. രജനി എന്തൊക്കെയാ കാണിച്ചു കൊടുക്കുന്നത്, സിനിമയിൽ എന്തൊക്കെയാ കാണിച്ചു കൊടുക്കുന്നത്, ഒരു ലോജിക്കില്ലാത്ത കാര്യങ്ങളാണ്. പക്ഷെ ആൾക്ക് റെസ്പെക്ട് കിട്ടുന്നുണ്ടല്ലോ. പക്ഷെ പെരേര ഇങ്ങനെ കോമേഴ്സ് കാണിക്കുന്ന ജീവിതത്തിൽ സീരിയസ് ആണ്. സീരിയസ് അല്ല, അവൻ ജീവിതത്തിൽ സീരിയസ് അല്ല. അവന് ലക്ഷ്യമില്ല, അവൻ വയറാണ്. ചേട്ടാ ഒരു സാധാരണ ഫാമിലിയുള്ള ലക്ഷ്യം എന്ന് പറഞ്ഞാൽ വീട്ടില് കടമുണ്ട്, വീട്ടിലെ കടം തീർക്കാതിരിക്കാൻ വേണ്ടി ലക്ഷ്യമുണ്ട്. അവനവിടെ അച്ഛനും അമ്മയ്ക്ക് അവൻ അവന്റെ കാര്യമാണ്. അവൻ സെൽഫിഷ് ആണ്. അവൻ വയറിലാവണം, അവൻ തീരുമാനിച്ചു, വയറിലായി.
സിനിമയിൽ കയറുമ്പോൾ ഇപ്പൊ ഇത് സിനിമയ്ക്ക് കയറുന്നുണ്ട്, അത്യാവശ്യം സിനിമകളൊക്കെ ഉണ്ട്. ഇപ്പൊ പല ഫിലിം ഫെസ്റ്റ് പോലെ അവാർഡ്, കല്യാണം, ബർത്ത്ഡേ എല്ലാം ഉടനെ തന്നെ ഒരു മെമ്പറിന്റെ പുള്ളി കിട്ടും, അവാർഡ് കിട്ടും. ഒരാളുണ്ട്. അങ്ങനെ പുള്ളി എന്ത് ഉദ്ദേശമല്ല പുള്ളി നേടുന്നുണ്ട്. പുള്ളി സംബന്ധിച്ചാൽ പുള്ളി ലൈഫിൽ സക്സസ്ഫുൾ ആണ്. പുള്ളിക്ക് ഫെമിലിയർ ആയിട്ട് നിലനിൽക്കണമെന്നുള്ളതാണ് ആഗ്രഹം. അതല്ല പുള്ളി എന്നോട് പറഞ്ഞത് ബിഗ് ബോസ് കിട്ടുന്ന നോക്കാതെ, ഇല്ലെങ്കിൽ പിന്നെ അവൻ എന്നെയും കടോളം ആ ബിസിനസ്സിലേക്ക് തരും. പക്ഷെ അവൻ ഏറ്റവും ബെസ്റ്റ് ലൈൻ ഇതൊന്നും അല്ല, രാഷ്ട്രീയമാണ്. ഞാൻ പറഞ്ഞിട്ടുണ്ട്, രാഷ്ട്രീയത്തിൽ ഈ പോപ്പുലാരിറ്റി അറിയില്ല, രാഷ്ട്രീയത്തിൽ പോകാനാണ് സൈൻ ചെയ്യും. അവന് വക്രത ഭയങ്കരമാണ്, ക്രൂക്കട്ട്നെസ് ഭയങ്കരമാണ്, രാഷ്ട്രീയമായിട്ട് അതാണ്. നമ്മുടെ ടോപ്പിക് മാറിപ്പോയി. നമ്മുടെ വിദ്യാഭ്യാസത്തിൽ നിന്ന് അലി ജോസിലേക്ക് എത്തി. എന്തൊക്കെ പറഞ്ഞാലും ഒരു ബേസിക് ആയിട്ട് നമുക്ക് ഒരു കാര്യബോധം ഇത് ഏത് ജനറേഷൻ 60-ആണോ 70-ആണോ ചേട്ടാ, ഏത് ജനറേഷൻ ആണെങ്കിലും ഞങ്ങൾ ലോജിക്കാൻ സംസാരിക്കും. അതെ, ജനറേഷൻ എന്ന് പറയുന്നത് എങ്ങനെയാണ്? ഇപ്പത്തെ ജനറേഷൻ പിള്ളേർക്കാണെങ്കിലും ഇപ്പൊ നമ്മുടെ മുഖ്യമന്ത്രി ആയിരുന്നു, നമ്മുടെ പ്രധാനമന്ത്രി ചിന്തിക്കുന്നതിനെക്കാട്ടി എത്ര പ്രാക്ടിക്കലാണ് ഇപ്പത്തെ ന്യൂജൻ പിള്ളേർ ചിന്തിക്കുന്നത്. ആണ്, അല്ലാന്ന് പറയുന്നില്ല, പക്ഷെ അവിടെയും കുറെ കാര്യങ്ങളുണ്ട്. അവരുടെ പ്രാക്ടിക്കാലിറ്റി മാറി. ന്യൂജൻ പിള്ളേരുടെ പഠിപ്പിച്ചിട്ടുണ്ടോ? ഉണ്ട്. ഓക്കെ, എല്ലാം കഴിഞ്ഞു. വെസ്റ്റേൺ കൾച്ചറത്തെ പിള്ളേർക്കില്ലേ, എന്തൊക്കെ പറഞ്ഞാലും അവർക്ക് കുറച്ചെങ്കിലും കാര്യബോധം ഉണ്ട്. ലൈക്ക് എന്താ നമ്മുടെ ചുറ്റും നടക്കുന്നത്, അങ്ങനെയുള്ളവർ, ഐ മീൻ പുറത്തുള്ള പിള്ളേർക്ക്. പക്ഷെ ഇപ്പൊ എല്ലാം പോട്ടെ, ഈ അടുത്തൊരു വീഡിയോ ഇറങ്ങിയായിരുന്നു, അത് നിങ്ങൾ കണ്ടോന്ന് എനിക്കറിയില്ല. ഒരു മലയാളി കൊച്ചിനോട് വാട്ട് ഈസ് യുവർ പൊളിറ്റിക്സ് എന്ന് വെച്ചപ്പോ ആ കൊച്ചു പറഞ്ഞു എനിക്ക് പൊളിറ്റിക്സ് ഇല്ലാന്ന്. അത് അവിടെ ഭയങ്കരമായിട്ട് കളിയാക്കപ്പെട്ടു. ഇതിപ്പോ അമേരിക്കയിലെ ഹാർവാർഡ് ആണ് വേൾഡിലെ ഏറ്റവും ബെസ്റ്റ് യൂണിവേഴ്സിറ്റി പിള്ളേർക്ക് പോലും ജനറോളജി ഇല്ലെന്ന് അറിയുന്ന. അല്ല, എന്നാലും എന്തോ ലൈക്ക് അങ്ങനത്തെ കുറെ ഇഷ്യൂസ് നമ്മുടെ ഇവിടെ നടക്കുന്നുണ്ട്. ലൈക്ക് അവര് പറയുന്നത്, അവര് കുറെ കാര്യങ്ങൾ ഏത് കാലഘട്ടത്തിലാണ് ഏറ്റവും കൂടുതൽ പണം ഉണ്ടാക്കിയ ആൾക്കാരും ലൈഫിൽ ഭയങ്കര ഫേമസ് ആയ ആൾക്കാരും ആരും പഠിപ്പിസ്റ്റോടെ പഠിച്ച ആൾക്കാരും പഠിപ്പിച്ചെന്ന് പറഞ്ഞാല് അതുകൊണ്ടാണ് ചേട്ടൻ അറിയില്ല എന്നുള്ളതാണ്. ഈ പറയുന്ന ഏത് ടോപ്പ് ആളെടുത്തോ ഇവരാരും പഠിത്തത്തിൽ കൂടെ വന്ന ആളല്ല. നന്നായി പഠിക്കണം ആരും ഇപ്പോഴും പറയത്തില്ല, പക്ഷെ അത് മാത്രല്ല നന്നായി പഠിക്കണം. വെസ്റ്റേൺ കൺട്രീസിൽ എത്രയോ ആൾക്കാര് അവര് ഫേമസ് ആയിരിക്കും, അവർ ഹാപ്പി ആയിട്ട് ജീവിക്കേണ്ടല്ലോ. ഇതേപോലെ എഡ്യൂക്കേഷൻ ഇല്ലാത്ത അവിടെ ഏത് ജോലി ചെയ്യാം, അവിടെ ഇന്ന വലിയ മോശം ഡിഗ്നേറ്റ് ഇല്ല. ഇവിടെ ഈ ബ്രാഹ്മിൻസ് കൊണ്ടുള്ള പരിപാടിയാണ് ഇത്. ഇവിടെ പുറത്തൊന്നും ആ പ്രശ്നമില്ല, വണ്ടുകൊല്ലയിലും ഇപ്പോഴും ഇല്ല. ഇതേ മലയാളി സാർജന്റീന എന്തൊക്കെ പണിയാ ചെയ്യുന്ന? അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ചുമ്മാ അങ്ങനെ നമുക്ക് പറഞ്ഞാൽ ഇവിടുത്തെ കൾച്ചറിനനുസരിച്ച് അത് മാറുന്നില്ല, ഇവിടുത്തെ കൾച്ചറിനനുസരിച്ച് അത് മാറുന്നില്ല എന്ന് ഞാൻ പറഞ്ഞത്. ഇല്ല, ഞാൻ പറഞ്ഞ സത്യം, ഇവിടുത്തെ കൾച്ചർ എവിടെ മാറ്റം, എവിടെ ചേട്ടാ? ന്യൂജൻ പിള്ളേരെന്ന് പറഞ്ഞാൽ അവര് വളർന്നു വരുന്നുള്ളൂ, അവര് വളർന്ന് വന്ന് വലുതായിട്ടും പവറിലെത്തിയിട്ട് മാറണം. ഇനിയും കാലം കേട്ടിട്ടുണ്ട്. ഇപ്പോഴും ലീഡേഴ്സും ഇപ്പത്തെ ലീഡേഴ്സും ഇപ്പത്തെ ലീഡിങ്ങും എല്ലാവരും ഏത് കാലഘട്ടത്തെ ആൾക്കാരാണ്. അവിടെ മാറ്റമില്ല. പക്ഷെ ഈ വളർന്നു വന്ന പിള്ളേർക്കും എന്തോ ഒരു പ്രശ്നമുണ്ട്. ഇപ്പത്തെ മിക്ക പണ്ട് ഏതെങ്കിലും ഒരാള് പഴയ ജനറേഷനിൽ ഈ പ്രായത്തിൽ ഇയാൾ അറിയപ്പെടുന്ന പോലെ വന്നിട്ടുണ്ടോ? അപ്പത്തെ കാലഘട്ടത്തില് ഇല്ല, ടെക്നോളജി ഇല്ല. ടെക്നോളജി എവിടെ? ആ സമയത്ത് ടെക്നോളജി എവിടെ? ഒരു ടെക്നോളജി ഇല്ലാത്ത സമയത്താണ് പക്ക പരാജയമാണ്. ഞങ്ങൾ പെരേരയുടെ കാര്യമില്ല പറയട്ടെ, ഞങ്ങൾ അങ്ങനെ ആരും വ്യക്തികളെ വെച്ചിട്ടല്ല പറയുന്നത്, വ്യക്തികളെ വെച്ചിട്ട് മാത്രമല്ല പറയുന്നത്. എനിക്ക് നിങ്ങൾ ഇപ്പോഴത്തെ ന്യൂജൻ പിള്ളേരെ നല്ല ശതമാനം ആൾക്കാരും ഇങ്ങനെ ഈ വളരെ പഠിപ്പിച്ചായിട്ട് എനിക്ക് തോന്നുന്നില്ല, വളരെ പ്രാക്ടിക്കൽ ആയിരിക്കുന്ന ആൾക്കാരെ. ഞങ്ങൾ അതല്ല പറയുന്നത്, അവര് പഠിച്ചുകൊണ്ടിരിക്കുന്ന എഡ്യൂക്കേഷൻ ടൈമിലാണ് ആ ഒരു അവര് വളർന്നു വരുന്നത്. നിങ്ങൾ തന്നെ ഒരാളെ ഇന്റർവ്യൂ ചെയ്തല്ലേ, ഒരു പയ്യൻ വന്ന് ഇന്റർവ്യൂ ചെയ്തില്ല, അങ്ങനെ എത്ര പേരുണ്ട്? പ്ലസ് ടു പഠിക്കുന്ന എക്സാം എഴുതുന്നു. ഇന്നലത്തെ ഒരു ന്യൂസ് കേൾക്കണം, ഒരു ചെറുക്കൻ 23 22 വയസ്സുള്ള ചെറുക്കൻ, ഒരു ചെറുക്കനെ ആ ചെറുക്കൻ കൊന്നു. എന്നിട്ട് ഈ കൊന്ന ചെറുക്കൻ പോയിട്ട് ആത്മഹത്യ ചെയ്തു. പക്ഷെ പണ്ട് മുതലാണെങ്കിലും ഇപ്പൊ ഇത് കൂടുതലായിട്ട് വരുന്നത് കുഞ്ഞി പിള്ളേരിലാണ് എന്നാണ് ഞാൻ പറയുന്നത്. അത് മെയിൻലി ഡ്രഗ്സ് കാരണമാണ്, ലഹരി പദാർത്ഥമാണ്.
അല്ലല്ല ലഹരി ഇല്ലാതെ സ്വന്തം പെങ്ങളെയോ എന്തോ ഇതെല്ലാം ബൈബിളിലുള്ള പറയണ്ടേ, ഇതെല്ലാം പണ്ടുപോലെയുള്ള കാര്യം. ഇപ്പൊ എല്ലാവരും പറയും ഇപ്പോഴാണ് മോശം, പണ്ട് വാറുണ്ടായിരുന്നില്ലേ. പക്ഷെ ആ സമയത്തും ഈ സമയത്തും കൾച്ചർ വ്യത്യാസമുണ്ട്. ഇപ്പൊ ഈ ടെക്നോളജി ഇത് അത് എന്നൊക്കെ പറഞ്ഞിട്ട് മൂന്നാം മക്കളുള്ളതല്ലോ കാണിക്കുന്നത്. പണ്ട് നടന്നുണ്ടോ? ഇപ്പോഴും ഉണ്ടല്ലോ, ഇപ്പോഴും എല്ലാ കാലത്തും ഉള്ളതാണ്. ഇപ്പൊ മാത്രം കൂടുതലായിട്ടൊന്നല്ല, എല്ലാ കാലത്തും അപ്പൊ ഈ കാര്യങ്ങളൊന്നും അല്ല, ഈ കാര്യങ്ങളൊന്നും മാറാത്ത സ്ഥിതിക്ക് ഇനി വരുന്ന ജനറേഷനിലും ഈ പറയുന്ന കുറെ കാര്യങ്ങൾ ഉണ്ടാവില്ലേ? എനിക്ക് തോന്നുന്നില്ല, അങ്ങനെ സംഭവം ഉണ്ടെന്ന് തോന്നുന്നില്ല. അത് കിട്ടൂല. പോസിറ്റീവ് പബ്ലിസിറ്റിനേക്കാൾ ആൾക്കാർക്ക് ഇഷ്ടം നെഗറ്റീവ് തന്നെയാണ്. അത് കറക്റ്റ് ആണ്. മലയാളികൾക്ക് അത് കറക്റ്റ് ആയ കാര്യമാണ്. പക്ഷെ അവിടെ വരുന്നത് നമ്മുടെ ഡിഗ്നിറ്റിയോ നമ്മുടെ സെൽഫ് അറിഞ്ഞും കൊണ്ട് ഇങ്ങനെ ചെയ്യുന്ന ഒരാൾക്ക് റെസ്പെക്ട് കൊടുക്കില്ല. മൈക്കൽ ജാക്സൺ എന്തൊരു പേരെടുത്തു, പക്ഷെ ആൾക്കൊരു റെസ്പെക്ട് ഉണ്ട്. എത്ര പേര് ആളുടെ പാട്ടുകൾ ഇഷ്ടപ്പെടും. ഇല്ല, ഒരിക്കലും ഇല്ല. അങ്ങനെ കിട്ടണമെങ്കിൽ ആൾ എന്തെങ്കിലും റെനോണ്ട് ചെയ്യണം. ഇപ്പത്തെ ഇതിൽ വെച്ചിട്ട് അലിൻ ജോസ് പെരേരയില് ഒന്നുമില്ല, പക്ഷെ ഇനി എന്തെങ്കിലും കാണിച്ചുണ്ട് അത് ചെയ്യണം. എന്ത് കേട്ടാലും അവന് ഇതൊന്നും ബാധിക്കുന്നില്ല, അവൻ ഹാപ്പിയാണ്. അതാണ് അവന്റെ ഏറ്റവും വലിയ വിജയം. അതാണ്, അതൊക്കെ ഞങ്ങൾ സമ്മതിച്ചു. പക്ഷെ നമ്മുടെ ഇപ്പത്തെ ടോപ്പിക് ഉണ്ടാകുന്ന എഡ്യൂക്കേഷനും റെസ്പെക്റ്റും. പക്ഷെ ഇതൊന്നും ഇല്ലാത്ത ഒരാൾക്ക് പഴയ കാലമാണ് ചേട്ടാ. അത് ഇപ്പോഴും ഉണ്ട്. പുതിയ പിള്ളേരാണ് ചിന്തിക്കുന്നത്. പുതിയ പിള്ളേര് വളർന്നു വരുന്നുള്ളൂ. ഇപ്പോഴും നിൽക്കുന്നത് പഴയ ജനറേഷനാ. ഇപ്പൊ ലീഡർഷിപ്പിൽ ഉള്ളവരും ഇപ്പൊ ചേട്ടൻ പറഞ്ഞ കുറെ റിനൗണ്ട് ആൾക്കാരും ഏത് ജനറേഷനാണ് പറ? ഒരാള് പോലില്ല പൊളിറ്റിക്സിലില്ല. അവർക്ക് കേട്ടിട്ടില്ല ഒന്നാമത്. പൊളിറ്റിക്സിലില്ല, ക്രിക്കറ്റിലില്ല, ഫുട്ബോൾ ഉണ്ടാവും. എത്ര പേർക്ക് സ്റ്റേജിൽ എത്ര പേർക്ക് നന്നായിട്ട് ഒരു പബ്ലിക് സ്പീച്ച് ചെയ്യാൻ പറ്റും ഈ ജനറേഷനിൽ? ചർച്ച ചെയ്യാൻ പറ്റും. ഒരു 2K കിഡ്സ് ഒരാളെ വിളിച്ചിട്ട് ഒന്നും സംസാരിക്കാൻ അവർക്ക് കമ്പ്യൂട്ടറും തെറി പറയാൻ അറിയാം. അവർക്ക് തെറി മാത്രമല്ല, അവർ കമ്പ്യൂട്ടർ മൊബൈൽ ഹാൻഡിൽ വളരെ ഇല്ലാന്ന് പറയില്ല, അവർക്ക് ഉണ്ട്. അവർ ഈസിയാ, ഇൻട്രസ്റ്റ് ഉണ്ട്, ഇൻട്രസ്റ്റ് ഉണ്ട്. പക്ഷെ ഈ സാധനം ഉണ്ടാക്കി തരാ നമ്മളാണ്. ടെക്നോളജി അവർക്ക് ഉപയോഗിക്കാൻ പറ്റിയിട്ടുള്ളൂ, നമ്മൾ ഉണ്ടാക്കിയ ആൾക്കാരാണ്. നന്നായിട്ട് ഉപയോഗിക്കുന്നുണ്ടോ? അത് പഴയ ഇൻട്രസ്റ്റ് പറ്റില്ല. ചേട്ടാ പഴയ ആൾക്കാർ ഇതൊക്കെ ഉണ്ടാക്കിയതുകൊണ്ട് അവർക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നത്. അവർക്കുണ്ട് പോസിറ്റീവ് നെഗറ്റീവാ. നമ്മളാണ് ഉപയോഗിക്കാൻ അറിയണ്ടേ, അതും കാര്യമല്ല. ഒരു 70 വയസ്സുള്ള ഒരു അപ്പൂപ്പൻ അമ്മൂമ്മ അവരൊന്ന് ഇരുത്തി പഠിപ്പിച്ചതിന് അവരിപ്പോ ഉപയോഗിക്കും. അവർക്ക് ഫേസ്ബുക്കും ഇൻസ്റ്റാഗ്രാമും വാട്സാപ്പ് എന്ത് വേണമെങ്കിലും ഉപയോഗിക്കും. കണ്ടുപിടിക്കുന്നൊക്കെ നമ്മുടെ ഭാവി. പക്ഷെ ഈ പറയുന്ന നീലാംസ്ട്രോങ് ഇപ്പൊ പണ്ട് കാലുകുത്തി, ഇത്ര വർഷമായിട്ട് ഇപ്പോഴും കാലുകുത്തിയിട്ടില്ല, ഇപ്പോഴും കാലുകുത്തിയിട്ടുള്ള ഒരാൾ പോലും. അപ്പൊ എന്തുകൊണ്ടാണ് 2K വീട് നമ്മൾ ചേട്ടന്റെ ജനറേഷനിലുള്ള ആൾ പോലും കാലുകുത്തിയാള? എന്തുകൊണ്ടാ? അഡ്വാൻസ് കാര്യങ്ങളിലല്ലേ പിന്നെ ചെയ്തിരിക്കുന്ന. എന്താണ് ഇപ്പൊ മാർച്ചിൽ പോയി എന്തൊക്കെ ചെയ്തു, അല്ലെങ്കിൽ എത്ര അഡ്വാൻസ് കാര്യം ചെയ്തു. ഞാൻ പറഞ്ഞത് ഒറ്റ കാര്യമുള്ളൂ, ന്യൂജൻ പിള്ളേര് അവർക്ക് സെക്സ് ഫ്രസ്ട്രേഷൻ ഇല്ല. ഈ പ്രാക്ടിക്കലിന്റെ ഇതില് അവരുടെ ഏജ് എത്രയാണ് അതാ ഞാൻ ചോദിക്കണേ. ചേട്ടൻ പറഞ്ഞ അവർ പ്രാക്ടിക്കലാണ്, പക്ഷെ ഒരു മെച്ചൂർ ലൈഫ് എത്തിക്കഴിഞ്ഞാൽ അവര് വേറെ ചിന്തിച്ചു തുടങ്ങും. ഇപ്പൊ ചിന്തിക്കുന്ന പോലെ എല്ലാവരും ചിന്തിക്കാം. ഞാൻ പറഞ്ഞത് പഴയ ജനറേഷൻ ഈ ഏജ് ചിന്തിച്ച പോലെ അല്ല ഇപ്പത്തെ ജനറേഷൻ ചിന്തിക്കണം. ഒന്നാമത് ഇപ്പത്തെ ജനറേഷൻ എല്ലാം കിട്ടുന്നുണ്ട്. പഴയ ജനറേഷൻ പോലെ കഷ്ടപ്പാടൊന്നുമില്ല. ഇപ്പൊ എനിക്കൊരു കൊച്ചുണ്ടായി, ആ കൊച്ചു എന്നോട് ഒരു ആവശ്യം വന്ന് ഞാൻ അത് സാധിച്ചു കൊടുക്കും. അങ്ങനെയല്ല കണ്ട് ചേമ്പലയില് ചൂടിക്കൊണ്ടിരുന്ന എല്ലാ കാലഘട്ടത്തിലും ഇങ്ങനത്തെ ആൾക്കാരുണ്ട്. ഇപ്പൊ ഈ ആൾക്കാർ പറയും പണ്ട് വാറുണ്ടായിരുന്നു, എന്തൊക്കെ പ്രശ്നം ഉണ്ടായിരുന്നു. പ്രശ്നങ്ങൾ എല്ലാ കാലത്തും ഉണ്ടായിരുന്നു, ഈ കാലത്ത് മാത്രമൊന്നല്ല. എല്ലാത്തിനും പോസിറ്റീവ് നെഗറ്റീവും ഉണ്ട്. പോസിറ്റീവ് മാത്രം നെഗറ്റീവ് മാത്രമായിട്ടില്ല. പുതിയ ജനറേഷൻ പിള്ളേരിൽ ഏറ്റവും കൂടുതൽ തെറിയിക്കുന്ന ആൾ ഞാനാണ്, എന്നെയാണ്. പക്ഷെ എന്നാലും അവർക്ക് പോസിറ്റീവ് ഉണ്ട്. ഏറ്റവും കൂടുതൽ എന്നെയാണ് കളിയാക്കണം, ഞാൻ പഴയ ജനറേഷനാണ്. പക്ഷെ അവരുടെ ഏറ്റവും വലിയ കാണുന്ന പോസിറ്റീവ് ക്വാളിറ്റി അവർ സെക്സ് ഫ്രസ്ട്രേഷനിലല്ല, വളരെ പ്രാക്ടിക്കലായി ചിന്തിക്കുന്നവരാണ്. ഈ സെക്ഷൽ ഫ്രസ്ട്രേഷൻ എന്ന് പറയുന്നത് പ്രാക്ടിക്കലായി ചിന്തിക്കുന്നവരാണ്. പ്രാക്ടിക്കാലിറ്റിയുടെ ഉത്തരം എക്സാമ്പിൾ പ്രാക്ടിക്കലാണ്.
പെരേര പ്രാക്ടിക്കലാണ്. പുള്ളിയുടെ പൈസയും ഇതും വെച്ചിട്ട് നോക്കുമ്പോ പുള്ളി ഇപ്പൊ നേരത്തെ പറഞ്ഞ പുള്ളിക്ക് എന്താണ് വേണ്ടത് അത് പുള്ളി നേടിയെടുക്കുന്നുണ്ട്. പക്ഷെ അവിടെ ഇങ്ങനെ പ്രശ്നങ്ങളുണ്ട്. നമ്മളെന്ത് മറ്റുള്ളവർ ചിന്തിക്കേണ്ട ആവശ്യം ചിന്തിക്കണ്ട. അത് മലയാളികളുടെ പോവാണ്. നമ്മളായി നോക്കി യൂറോപ്പിലെല്ലാം അങ്ങനെയല്ലേ, നമ്മൾ ഹാപ്പി ഞാൻ എന്താ പറഞ്ഞത്, എനിക്ക് ആക്ച്വലി പുള്ളിയുടെ പറ്റി ബോധയുടെ അവിടെ ഒന്നുമില്ല. ചേട്ടനാണ് ആ ടോപ്പിക് എടുത്തിട്ടത്. അപ്പോൾ ചേട്ടൻ എന്താ പറഞ്ഞത്, ചേട്ടൻ എന്താ പറയുന്നത് 2K കിഡ്സ് അവർ അക്സെപ്റ്റ് ചെയ്തു. അതാണ് ഞാൻ അതിന്റെ സത്യാവസ്ഥ മാത്രമേ ഞാൻ പറഞ്ഞത്. എനിക്ക് പുള്ളിക്ക് റെസ്പെക്ട് കിട്ടിയെന്നോ ഇല്ലെങ്കിലോ പുള്ളി എന്ത് ചെയ്താലും എന്നെ ബോധയുടെ അല്ല. പക്ഷെ ചേട്ടൻ പറഞ്ഞു 2K കിഡ്സ് റെസ്പെക്ട് ചെയ്യേണ്ടത്. പക്ഷെ അവർക്ക് സർക്കാർ നമുക്കറിയാം എന്താണ് ഹീറോ ആയിട്ടാണ് 2K പിള്ളേരുടെ ഹീറോ ആണ് പെരേര. ഏതായാലും 2K പിള്ളേര് ഇത് കേട്ട ചേട്ടൻ തെറി വിളിക്കും. അതിനെക്കാട്ടി നല്ലത് പറയാതിരിക്കുക. വയസ്സല്ല എങ്ങായിട്ടുള്ളവരോടും അല്ല പൊന്നു ചേട്ടൻ എന്തോരം 2K കിഡ്സ് തെറി വിളിക്കുന്നത്. ഇൻസ്റ്റാഗ്രാമിലാണെങ്കിൽ 2K കിഡ്സ് വരും. അവരൊക്കെ തെറിയാ വിളിക്കുന്നേ. എന്താ ഇവ കാണിക്കുന്നേ ഇതൊക്കെ. ഇപ്പൊ ഒരു കാര്യം പറയട്ടെ, അവര് പറയാണ് അലിൻ ജോസിനെ കണ്ടില്ലേ സൂപ്പർ എന്ന് പറഞ്ഞാലും അത് സർക്കാസാണ്. അത് മനസ്സിലാക്കാനുള്ളത് സംഭവത്തിന്റെ വീഡിയോ നമുക്ക് ചിരിക്കാനുള്ളതുണ്ട്. ശരിയാണ്, ചിരിക്കാൻ അല്ലെങ്കിൽ നമുക്ക് സ്ട്രെസ് റിലീഫ് അത് സമ്മതിച്ചു. ചേട്ടാ തൊപ്പി ഓൾസോ എന്റർടൈനർ, സായിപ്പൊക്കെ ഓൾസോ എന്റർടൈനർ. ചാർലി ചാപ്ലിൻ എത്ര പേര് എന്റർടൈൻ ചെയ്തു. അത് എന്റർടൈനേഴ്സ് ആണ്, എന്റർടൈൻ നല്ലതാണ്. പക്ഷെ പുള്ളി ചെയ്ത വെച്ച ക്യാരക്ടേഴ്സിന്റെ ഡീപ്നെസ് പറയാം. സിനിമ ആ സിനിമയിലും ഇപ്പൊ മോഡേൺ ടൈംസ് എന്ന് പറഞ്ഞ സിനിമ അത് എന്തോരം ഭയങ്കര ഡീപ്പ് മീനിങ് മോഹൻലാൽ പണ്ട് ചിത്രം കേൾക്കാൻ കോമഡി പുള്ളി കോമാളിയായി മാറി. കോമാളിയല്ലോ, ആണ് കഥാപാത്രമാണ്. പക്ഷെ പല ആൾക്കാരും പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഞാൻ ചെറുപ്പകാലത്ത് പറയുന്നത് കേൾക്കാം. പല ആൾക്കാരും പറഞ്ഞു നമ്മുടെ പേരൻസ് ജനറേഷൻ ആൾക്കാർ പറയും ഇയാൾ ഒരു കോമാളിയാണെന്ന്. ജോക്കറാണ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കിഴക്കും ചെയ്തത്. പക്ഷെ അത് കഴിഞ്ഞ് പുള്ളി ഡിഫറെന്റ് റോൾസ് മറ്റു ചെയ്തപ്പോഴാണ് അത് ക്യാരക്ടർ ലൈഫ് മനസ്സിലാക്കാൻ പറ്റാത്ത ആൾക്കാര്. പക്ഷെ ഇത് റിയൽ ലൈഫിൽ ഇങ്ങനെ കാണിക്കുന്നത്. ഞങ്ങൾ പറയുന്നത് പുള്ളി നല്ല കഴിവില്ലാത്ത ആളാണെന്നോ അല്ലെങ്കിൽ എന്റർടൈൻമെന്റ് അല്ലാന്നൊന്നുമല്ല. പക്ഷെ പുള്ളിനെ ചേട്ടൻ പറയുന്നത് ഈ 2K കിഡ്സ് പുള്ളിനെ റെസ്പെക്ട് ചെയ്യുന്നു. ഞാൻ ഒബ്സർവ് ചെയ്തപ്പോ എനിക്ക് തോന്നിയത് അവരുടെ ഹീറോ ആയിട്ട് തോന്നുന്നു. അത് തെറ്റാന്നാ ഞങ്ങള് പറയുന്നത്. അത് തെറ്റാണ്. എനിക്കത് തോന്നുന്നില്ല. അതിപ്പോ നിങ്ങൾക്കൊന്നും പറയാൻ പറ്റില്ല. ചേട്ടാ അവനോട് ചോദിച്ചോ, പല ആൾക്കാർ ചോദിക്കാറുണ്ട്. അല്ല ചേട്ടനോ അവനെ തന്നെ അറിയാതെ അവനെ കളിയാക്കാനാണ് ഒരാൾ വരുന്നത്. അവന്റെ കൂടെ ഒരാൾ സെൽഫി എടുക്കാൻ വരുമ്പോ അവനൊരു പേടിയാ, ഇവനിനി എന്ത് കാണിക്കാനാണാവോ. എന്നോട് തുള്ളാൻ പറയോ, ഞാൻ കണ്ടപ്പോ എല്ലാം എന്നോട് പാട്ട് പാടാൻ പറയോ. കണ്ടോണ്ടിരുന്നു ഞാൻ ടാക്കബിളിൽ എങ്ങനെ ചേട്ടൻ റെസ്പെക്ട് കൊടുക്കുന്ന ഒരു മനുഷ്യനോട് അത് ചെയ്ത് കോമാളിത്തരം ചെയ്യുന്ന ഒരാളെങ്കിലും പറയോ? ഈ റെസ്പെക്ട് കൊടുക്കുന്ന മനുഷ്യൻ ഇപ്പൊ എനിക്ക് ചേട്ടന് റെസ്പെക്ട് ഉണ്ട്. ഞാൻ ചേട്ടനോട് വന്നിട്ട് ചേട്ടൻ അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യും കോമാളി ആവുന്ന ഞാൻ വന്ന് പറയോ? എനിക്ക് ചേട്ടനോട് ഒരു മനസ്സിൽ അതൊന്നും കാര്യമില്ല. ചേട്ടൻ ഒരു ബന്ധമില്ലാത്ത കാര്യം പറഞ്ഞോണ്ടിരിക്കുന്നത്. ഞാൻ ചോദിക്കുന്നത് എന്താണ്, എനിക്ക് ചേട്ടനോട് പ്യുവർ ആയിട്ട് റെസ്പെക്ട് ഉണ്ട്. ഇതൊക്കെ പെരേരയുടെ സൈഡ് ഇതൊക്കെ പെരേരയുടെ സൈഡാ പറയുന്നത്. ഇതൊക്കെ നല്ല ക്വാളിറ്റി ആണ്. പറയുന്നത് 2K കിഡ്സ് ഒരിക്കലും അവര് നല്ല രീതിയിലല്ല കാണുന്നതെന്നാണ് ഞാൻ പറയുന്നത്. അതാണ് ഞങ്ങൾ പറയുന്നത്. ഒരിക്കലും റെസ്പെക്ട് ഉണ്ടെങ്കിൽ ഒരു മനുഷ്യനോട് അങ്ങനെ ഒരാളും. കൊല്ലത്ത് പോയപ്പോ അവന് ഈ കാറിൽ പോയപ്പോ എല്ലാവരും ഭയങ്കര കാര്യമല്ല കൈയും കാലിൽ അതാ ചേട്ടാ പറയുന്നത്. തിരിച്ചുകൊണ്ട് കഴുത്തിറക്കാന്ന് പറയില്ലേ, അതാണ് സംഭവിക്കുന്നത്. അവൻ അങ്ങോട്ട് തിരിഞ്ഞിരിക്കുമ്പോ ഓക്കെ അല്ല, ഇങ്ങോട്ട് തിരിയുമ്പോ എല്ലാരും ഓക്കെ, അങ്ങോട്ട് തിരിയുമ്പോ കളിയാക്കും. അത് ഉറപ്പാണ്. മനസ്സിലായോ? അവൻ വൈറലായി, അവൻ ഉദ്ദേശിച്ചവൻ നേടി. അവനെ സംബന്ധിച്ചോണ്ട് അവനെ ഹാപ്പിയാണ്. അവന്റെ ലൈഫിൽ അവൻ ഹാപ്പിയാണ്. ശരിയാണ്, അത് മതിയോ? ചേട്ടന് ബിരിയാണി ഇഷ്ടം, ചേട്ടൻ ബിരിയാണി സനക്ക് ചോറിന്റെ ചോറിനും. അവൻ കല്യാണം നടത്തിയ ആൾക്കാർക്ക് ഫുഡ് കൊടുത്ത് തെളിയില്ല. അവൻ രജിസ്റ്റർ മാരേജ് ജീവിക്കുന്നു. അതാണ് പറയുള്ളൂ. അവൻ ഹാപ്പിയാണ്.
അത് മതിയല്ലോ. പക്ഷെ അത് അതല്ല മതി. ജനറേഷൻ. അല്ല ചേട്ടാ അവൻ മണ്ടനാണെന്ന് പൊട്ടനാണെന്ന് അവന് ഒന്നും ഞാൻ പറയണമൊന്നുമില്ല. അവന്റെ രീതിയിൽ അവന് സെറ്റാണ്, പൈസ കിട്ടുന്നുണ്ട്, എല്ലാം സെറ്റ്, മറ്റുള്ളവർക്ക് കിട്ടുന്നതിനും കൂടുതൽ പൈസ കിട്ടുന്നുണ്ട്. പക്ഷെ ചേട്ടൻ പറഞ്ഞത് 2K കിഡ്സ് ഒരു ഫാൻസ് എന്ന് പറയുന്നത് അത് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റില്ല. 2K കിഡ്സ് ആയാലും 90s ആയാലും 80s ആയാലും ഇവനെ കളിയാക്കാനായിട്ടാണ്. അല്ലെ 90s 80s അവർ തെറി വിളിക്കുന്നതാണ്, 2K കിഡ്സ് കളിയാക്കലാണ്. കളിയാക്കലാണ്. അതെന്താന്ന് വെച്ചാൽ അല്ലാണ്ട് 2K നമ്മള് kids അവരെ നന്നായി സർക്കാസ്റ്റിക് ആവും. അതിപ്പോ പെരേരല്ല ആരെന്ത് ചെയ്താലും അവര് നന്നായി സർക്കാസ്റ്റിക് ആയിട്ടാണ് വിലയിരുത്തുക. അതുകൊണ്ടാണ് അവർ അങ്ങനെ പെരുമാറുന്നത്. ആരും കേൾക്കാത്തത് എല്ലാ സെലിബ്രിറ്റീസും കേൾക്കുന്നില്ല. ഇപ്പൊ ഈ പറയുന്ന എല്ലാ സെലിബ്രിറ്റീസിന്റെ അവിടെയും ഏതെങ്കിലും 2K കിഡ്സ് പറഞ്ഞാൽ അവർ തെറി വിളിക്കുന്നേക്കാളും സർക്കാസ്റ്റിക് ആവും. ഏറ്റവും കൂടുതൽ കളിയാക്കലും തെറിവിളി കേൾക്കുന്ന ഞാനാ. അത് ചേട്ടൻ നോക്കണോണ്ട് ചേട്ടന് പക്ഷെ അപ്പുറത്തെ റെസ്പെക്റ്റും ഉണ്ട്. അതെ, ഇപ്പൊ ചേട്ടൻ പെരേലയുടെ വീഡിയോ എടുത്ത് നോക്കുമ്പോ അവര് ചേട്ടനേക്കാൾ കൂടുതൽ തെറിയുണ്ടാവും. ഇപ്പൊ ചേട്ടന്റെ അവിടെയാണ് ഇവര് പറയുന്നത് എഡ്യൂക്കേഷന്റെ വാല്യൂ. ചേട്ടന്റെ കാര്യത്തിൽ തന്നെ ചേട്ടൻ നല്ല എഡ്യൂക്കേഷൻ ഉണ്ട്. ഒരുപാട് പേര് കളിയാക്കുന്നുണ്ട്. എന്തുകൊണ്ടാ ചേട്ടൻ ഇൻസ്റ്റയിൽ ഇടുന്ന പല പല വീഡിയോസ് കാരണമാണ്. ചേട്ടനെ പറ്റി പറയുമ്പോണ്ടല്ല അവിടെ ആളങ്ങനെ കാണിക്കേണ്ട ആൾക്ക് നല്ല വിദ്യാഭ്യാസം ഉണ്ട്. പക്ഷെ എന്തിനാണ് അങ്ങനെ കാണിക്കുന്നത്? എന്തിനാ അങ്ങനെ കാണിക്കുന്നത്? ആൾക്ക് നല്ല വിദ്യാഭ്യാസം ഉണ്ടല്ലോ, നല്ല നല്ല ഫാമിലി ആണല്ലോ, ഇങ്ങനെയൊക്കെ ചേട്ടനെ പറ്റി പറയുന്നത്. അപ്പൊ അതാ ചേട്ടൻ അത്ര എഡ്യൂക്കേഷൻ അത്ര വാല്യൂ നമ്മുടെ സമൂഹത്തിലുണ്ട്. അത് പറയുന്ന പഴയ ജനറേഷൻ ആൾക്കാരല്ലേ, എന്റെ പഴയ ജനറേഷനാ പറയാം, പുതിയ ജനറേഷൻ അങ്ങനെ പറയില്ല. ഇപ്പൊ ഞങ്ങൾ അനിയന്മാര് 2K കിഡ്സ് അവര് പറയാറുണ്ടല്ലോ ചേട്ടൻ ഇത്ര വിദ്യാഭ്യാസം എന്തിനിങ്ങനെ കാണിക്കുന്നു. അതെല്ലാവരും ചോദിക്കുന്നില്ല. ഇൻസ്റ്റയില് പെരേരെ വീട്ടിൽ വന്നപ്പോൾ കേസ് പറഞ്ഞു, ഡാൻസ് കളിച്ച കേസ് പറഞ്ഞു, ഡാൻസ് കളിക്കുന്നു. ചേട്ടൻ ഇത്ര പഠിത്തമുള്ള ഒരാളായിട്ട് ഇതുകൊണ്ട് ചേട്ടൻ അങ്ങനെ കാണിക്കുന്നത് ഇത് ആൾക്കാർക്ക് വേണ്ടത് അതാണ്. അതായത് മനഃപൂർവ്വം ഫിലോസഫി ചെയ്യുന്ന വേണ്ട. ഞാൻ അങ്ങനെ വീഡിയോസ് ഇട്ട അതൊരു 60 അവര് ക്ലാസ് കഴിഞ്ഞിട്ട് വന്ന് ചേട്ടൻ ക്ലാസ് പക്ഷെ അവിടെ ചേട്ടൻ എന്താ കൊടുക്കണ്ടേ? ചേട്ടന്റെ സെൽഫ് റെസ്പെക്ട് ആണ് വിൽക്കേണ്ടത്. ചേട്ടൻ സെൽഫ് റെസ്പെക്ട് വിട്ട ചേട്ടൻ യാലിൻ ജോസിനെ വീഡിയോസ് ഒക്കെ ചെയ്യുക. ഇപ്പൊ ചേട്ടന് ആരെങ്കിലും ചേട്ടന് പറയാൻ പറ്റുമോ പബ്ലിക്കിലായിട്ട് ഇറങ്ങുമ്പോ ചേട്ടൻ ആരെയും റെസ്പെക്ട് ചെയ്യുന്നു? അതിന് പകരം ചേട്ടൻ ആ പ്രൊഫഷണൽ ആയിട്ട് നോക്കുകയാണെങ്കിൽ അറ്റ്ലീസ്റ്റ് അവിടെ റെസ്പെക്ട് എങ്കിലും ഉണ്ടാവേനെ. ഒന്നും ഞാൻ അറിയപ്പെടില്ല. അവിടെ ചേട്ടൻ ആറാടുകയാണെന്ന് പറഞ്ഞുകൊണ്ടാണ് അതിനുശേഷം കാണിച്ച കോമാളിത്തരം കൊണ്ടല്ല. അതെ അതെ, ആ ആറാടുകയുടെ സമയത്ത് ആ സമയത്ത് ചേട്ടന് നല്ല ഫാൻസ് ഉണ്ട്, പോസിറ്റീവ് ഫാൻസ് ഉണ്ട്. പക്ഷെ അതിന് നല്ല ഫാൻസ് കൊണ്ടാണ് ചേട്ടൻ നിന്നത്. അതിനുശേഷമാണ് കോമാളിത്തരങ്ങൾ കാണിച്ചത്. അപ്പോഴാണ് ചേട്ടൻ ഡാൻസ് ഒക്കെ ചെയ്യിപ്പിച്ചില്ലേ? ഡാൻസ് ചെയ്യിപ്പിച്ചു ചേട്ടനെ കൊണ്ട്. എന്തുകൊണ്ട് തുളനെ കണ്ടു ഒരു ഡാൻസ് മാത്രം ഇമിറ്റേറ്റ് ചെയ്യാൻ പറഞ്ഞു. മറ്റേ ഈ സാധനം എത്ര തവണ കാണിച്ചിട്ടുണ്ട്? ഈ സാധനം എത്ര തവണ കാണിച്ചിട്ടുണ്ട്? ഇൻസ്റ്റാ വീഡിയോ, പബ്ലിക് വീഡിയോ. അതൊക്കെ ഒന്ന് വലിയ ചേട്ടൻ ഈ പറയുന്ന കോമാളിത്തരം എന്നുള്ളത് മാറും. ഞാൻ എവിടെ കോമാളിത്തരം കാണിച്ച് ചേട്ടൻ ചോദിക്കുന്നുണ്ട്. പക്ഷെ ചേട്ടന് പഴയ വീഡിയോസിൽ കുറെ കോമാളിത്തരം കിടക്കുന്നുണ്ട്. പഴയ വീഡിയോസിൽ എല്ലാവരും ഒരു നെഗറ്റിവിറ്റി അതാ നോക്കി. ഒറ്റ ഡാൻസ് മതി. ഒറ്റ ഡാൻസ് ആറാടുകയല്ലേ ഫേമസ് ആയ. അത്രേ ഉള്ളൂ. അല്ലാതെ ഇൻസ്റ്റയിൽ ചേട്ടൻ ഡാൻസ് കളിച്ചിടുന്നില്ലേ? അന്ന് നോക്കുമ്പോൾ ഡാൻസ് കളിക്കാൻ പാടില്ലേ? അല്ല മോശമായിട്ട് കാര്യമല്ല. ഇനി ഈ ഡാൻസിന്റെ കാര്യം പോട്ടെ, ബാക്കി വീഡിയോസ് ഓരോന്നും വീഡിയോസ് ചേട്ടൻ രാത്രി ഇങ്ങനെ ഫോം ഇങ്ങനെ ഞാൻ നാളെ കണ്ടു ക്രഷാണ്. ഇപ്പൊ ഈ അടുത്തുള്ള വീഡിയോസ് ഇപ്പൊ പറയണ്ട. നമുക്ക് നല്ലത് പറയിക്കാൻ ഒരുപാട് കാര്യങ്ങൾ ചെയ്യണം. പക്ഷെ മോശം പറയുന്ന ഒറ്റ ചേട്ടൻ ആലോചിച്ചോക്കെ ആറാടൊക്കെയാണെന്ന് പറഞ്ഞപ്പോൾ ആരെങ്കിലും ചേട്ടന് നെഗറ്റീവായിട്ട് പറഞ്ഞു? പടം പൊട്ടിയതുകൊണ്ട് പക്ഷെ ആരും ചേട്ടന് ഡിസ്റെസ്പെക്ട് ചെയ്തിട്ടില്ല. അത് മോഹൻലാൽ ഫാൻസ് ആണെന്ന് പറഞ്ഞിട്ടാണ് തെറി വിളി കേട്ടത്. പടം ഒരു അതിന്റെ ഇടയ്ക്ക് മീഡിയക്കാരുണ്ടാക്കിയ ഒരു കോമഡി കണ്ടില്ലേ? ഉദ്ദേശിച്ചത് ഇത് ഞാൻ എവിടെ മണപ്പൂർ കോമാന്തരം മണപ്പൂർ ഒരു കോമാന്തരം കാണിച്ചിട്ടില്ല. ചേട്ടാ അതിപ്പോ അങ്ങനെ ഒരു ഇമേജ് ചേട്ടന് വന്നു, അത് ചേട്ടനായിട്ട് ഉണ്ടാക്കിയത് തന്നെയാണെന്ന് ഞങ്ങൾ പറയുന്നത്. അറിഞ്ഞോണ്ടല്ല, മനഃപൂർവ്വമല്ല. ഇല്ല, തുടക്കകാലത്ത് ചേട്ടൻ ആ ഫെയിം നിലനിർത്താൻ ചേട്ടൻ എമ്പുരാനെ പറ്റി പറഞ്ഞ് രാവിലെ തന്നെ അടിപൊളിയാണ് അടിപൊളിയാണെന്ന് പറഞ്ഞ് അടിപൊളിയായിട്ട് പറഞ്ഞ ആൾ രാത്രി കഴിയുമ്പോ ഈ പടം പൊട്ടും ഇത് കേസൊന്നുമല്ല. ഞാൻ പറയട്ടെ,
ഇപ്പൊ സയന്റിഫിക് ആയ കാര്യങ്ങൾ എപ്പോഴും മാറിക്കൊണ്ടിരിക്കും. എനിക്ക് പുതിയ പുതിയ ഇൻഫർമേഷൻ കിട്ടുമ്പോൾ മാറും. ചേട്ടാ ഇത് സാധാരണ ആൾക്കാർക്ക് അറിയോ സയന്റിഫിക് ആയിട്ടൊക്കെ പറയാൻ പറ്റോ? എനിക്ക് സംശയം വന്നതാ. അങ്ങനെ ഓരോ പുതിയ പുതിയ ഇൻഫർമേഷൻ മാറില്ലേ? എന്നാലും 1000 വർഷം മുമ്പ് കാര്യം ഇപ്പോഴും പറഞ്ഞോണ്ടിരിക്കണോ? എക്സ്പ്ലെയിൻ ചെയ്യണം എന്തുകൊണ്ടാണ് അത് പറയാനുള്ളത് കൂടി Reason പറഞ്ഞോ. പറഞ്ഞല്ലോ. അല്ല, എന്തുകൊണ്ടാണെന്ന് കൂടി ഞാൻ പറഞ്ഞാൽ പറഞ്ഞു ലൈക്ക് പ്രശ്നം മാറി എന്തൊക്കെയോ ഒരു ലൂസിഫർ എന്തൊക്കെയോ ഒരു പ്രശ്നം പോലെ പക്ഷെ ചേട്ടൻ ഒന്ന് ആലോചിച്ചു, ചേട്ടൻ ഞാൻ പറഞ്ഞ ഫാനാണ്. ആസ് എ ഫാൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷെ ചേട്ടൻ പറയാറില്ലേ ഞാൻ എന്ത് ചെയ്തു? ഓക്കെ, അപ്പൊ നമ്മള് കുറച്ച് ഔട്ട് ഓഫ് ടോപ്പിക് ആയി. അപ്പൊ കുറച്ചല്ല ഔട്ട് ഓഫ് ടോപ്പിക്കാ പോയല്ലോ. അപ്പൊ എന്താ കുറച്ച് AC ഇട്ടറിയ കുറച്ച് പറഞ്ഞു ചൂടെടുത്തിട്ട് വയ്യ. ഒരു AC ആണെങ്കിൽ ഞാൻ ശരിക്കും പറഞ്ഞുതരാം. ഇത് ചൂടെടുത്ത് വലിച്ച വെള്ളവും കിട്ടുന്നില്ല. സമയദീർഘ്യം കൊണ്ട് നമ്മൾ ഈ ഒരു ടോപ്പിക്കോട് അവസാനിപ്പിക്കുകയാണ്. അപ്പൊ എല്ലാവർക്കും എന്തായാലും പുതിയ സനയെ കാണാൻ പറ്റി. ഗംഗയിലെ സനയ